അല്പസമയം നാം വചനത്തിന് മുൻപാകെ ഇരിക്കുവാനായിട്ട് പോകുന്നു. പി ജി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ബ്രദർ കെ വി ഐസക് സർ പക്ഷേ മുൻപോട്ട് കടന്നു വന്ന് ഇപ്പോൾ ദൈവവചനം സംസാരിക്കുന്നതാണ്. ആ പ്രിയ ദൈവദാസനെ വചന ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമം വാഴ്ത്തപ്പെടുവാനേ. അനുസ്മരണമായിട്ടൊന്നും പറയുന്നില്ല. ഇന്നലെ ഞാൻ പോയി പൂർവ്വകാല സ്മരണകളുമായി ഒരുക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തതാണ്. ശരിക്കും സമയമായി എൻ്റെ കൂടെയുള്ളൂ. അതുകൊണ്ട് ഞാൻ എങ്കിൽ ആശ്വാസം ഒരു വലിയൊരു പാട്ട്. അലകളോടുങ്ങിയോടം കരയിലാണ് ഞേടാറായി കരപറ്റി നിന്നിൽ നാഥ വിലയം പോകിടുവാനായി നീ കൂടെ ഉണ്ടെന്നാൽ നീ കൂടെ ഉണ്ടെന്നാൽ നീ കൂടെ എല്ലോരു ചഞ്ചലവും നീ കൂടെ ഉണ്ടെന്നാൽ എല്ലോരു ചഞ്ചലവും യേശുവേ നീ കൂടവേ ഉണ്ടെന്നതിലെനിക്കോ എല്ലോരു ചഞ്ചലവും സാധുവിനെന്നും മഞ്ഞിൽ നീ കൂടെ ഉണ്ടെന്നാൽ നീ കൂടെ ഉണ്ടെന്നാൽ നീ കൂടെ ഉണ്ടെന്നാൽ ഇല്ലൊരു ചഞ്ചലവും നീ കൂടെ ഉണ്ടെന്നാൽ ഇല്ലൊരു ചഞ്ചലവും. എനിക്ക് ചുരുക്ക നിമിഷമാണ് മുന്നിലുള്ളത്. അലകളെല്ലാം ഒഴുകി ഇപ്പോൾ കരയിലാണ് വലിയ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ അനന്തനായ നാഥനായ കർത്താവ് വരുമ്പോൾ കർത്താവിനോട് കൂടെ ഈ പ്രിയപ്പെട്ടവനെ നാം കാണും. ആ പ്രത്യാശ ഞാൻ ഈ വീട്ടുകാർക്ക് വേണ്ടി ഒരു വായിക്കണം ഇതുവർക്കല്ല. ഇതെന്തുകൊണ്ട് എന്ന അല്ലെങ്കിൽ ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നുവെങ്കിൽ അവർക്ക് വേണ്ടിയും കൂടെയാണ് ഞാൻ വായിക്കുന്നത്. മൂന്നാമത്തെ 31 മുതൽ 37 വരെ വായിക്കുന്നത്. ഇതെൻ്റെ മെസ്സേജിനോട് ബന്ധപ്പെട്ട കാര്യമല്ല. ഈ ചോദ്യത്തിന് ഉത്തരം കൂടിയുണ്ട്. ഇതെന്ത് കർത്താവ് എന്നേക്കും തള്ളിക്കളയരുത്. അവൻ ദുഃഖിപ്പിച്ചു തൻ്റെ മഹാദേവത്തോണം അവനെ കരുതുന്നു. മനസ്സോടെ അല്ലല്ലോ അവൻ മനുഷ്യപുത്രന്മാരെ ദുഃഖിപ്പിച്ച് വസ്ത്രപ്പിക്കും. ഭൂമിയിലെ സകല ബദ്ധന്മാരെയും കാട്ടിലാക്കി മരിക്കുന്നതും അത്യുന്നതന്റെ സന്നിധിയിൽ മനുഷ്യന്റെ ന്യായം മറിച്ചു കളയുന്നു. മനുഷ്യനെ വ്യവഹാരത്തിൽ തെറ്റിച്ചു കളയുന്നു. കർത്താവ് കാണുകയില്ലയോ? കർത്താവ് കൽപ്പിക്കാതെ ഞാൻ പറഞ്ഞിട്ടാകുന്നു വല്ലതും സംഭവിക്കില്ല. ഒരുപാട് ചോദ്യങ്ങളുണ്ട് അവിടെ. അതിനൊരു ഉത്തരവേ ഉള്ളൂ. കർത്താവ് പറഞ്ഞിട്ടല്ലാതെ വല്ലതും സംഭവിക്കുന്നുണ്ടോ? കർത്താവ് പറഞ്ഞിട്ടല്ല. നമുക്ക് ചോദ്യമില്ല, ഉത്തരം കിട്ടിക്കഴിഞ്ഞു. അതിനാശ്വാസം കൊടുക്കുവാനായിട്ട് സഹായിക്കട്ടെ. എനിക്ക് ലഭിച്ച ആ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ പ്രത്യാശകാരൻ ഞാൻ പ്രത്യാശയുടെ കാര്യങ്ങൾ പറയുമ്പോൾ കുറേ ഒരു വികാസമുള്ളതുകൊണ്ട് അദ്ദേഹം അതിന് ബാക്കി കാര്യങ്ങൾ നമ്മുടെ പ്രത്യാശ ഏതിലാണ്? കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടുള്ള ദൈവം അഥവാ വീണ്ടും ജനിക്കും, വീണ്ടെടുക്കപ്പെട്ടു. അവരുടെ പ്രത്യാശ ക്രിസ്തുവാണ്. അവരുടെ പ്രത്യാശ ക്രിസ്തുവിലാണ് അവരുടെ പ്രത്യാശ. ആ പ്രത്യാശയുടെ കേന്ദ്ര ബിന്ദു കർത്താവായ യേശുക്രിസ്തു. ഒരുവരെ ക്രിസ്തുവിനായ പുതിയ സൃഷ്ടിയാണ്. ഒരുവരെ കർത്താവായ യേശുക്രിസ്തു എന്റെ പാപത്തിന് വേണ്ടി മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വിശ്വസിക്കുന്ന മാത്രമേ ആ വിശ്വസിക്കുന്ന വ്യക്തിയെ അവർ കർത്താവിൽ ചേരുകയാണ്. അഥവാ കർത്താവ് നിമിത്തം കർത്താവ് ശരീരമായ സഭയുടെ അംഗമായി ചേർക്കുകയാണ്. ആ അംഗമായി തീരുന്ന നിമിഷം മുതൽ
അവന്റെ പ്രത്യാശ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ പ്രത്യാശ, അല്ലെങ്കിൽ സഭയുടെ പ്രത്യാശ ക്രിസ്തുവിന്റെ പ്രത്യാശ. സങ്കീർത്തനം 45 വിവാഹവേദിയിലൊക്കെ പറയാം, നല്ലയോ കുമാരി കേൾക്കാൻ നോക്കുക, ചെവിയായിട്ട് നിന്റെ സ്വതന്ത്രത്തെ ദുർഗുണത്തെയും മറക്കാം, അവൻ നിന്റെ നാഥനല്ലോ എന്ന് പറയുന്ന വാക്ക് സഭയോട് ബന്ധത്തിൽ എല്ലാം പറയാം. ഞാൻ എപ്പോഴും ഇവിടെ 3-3.5 വർഷത്തോളം ക്രിസ്തു ശിഷ്യത്വത്തിന്റെ പാഠങ്ങൾ എടുത്താണ്. കുട്ടികളാണ്. ഒരു 2ാം ഘട്ടം എനിക്കിവിടെ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അത് 92-93 മുതലുള്ള ആളുകൾ ഈ സമൂഹത്തിൽ ഉൾപ്പെടെ ജോസഫ്, അതുപോലെ പൗലോസ് മുതലായ സഹോദരന്മാരെന്ന കാര്യങ്ങൾ നടത്തുന്നില്ല. ഒരു ബന്ധം അങ്ങനെയുണ്ട്. അവർക്ക് ഞാൻ പോകുന്നു. ഞാൻ പറയാറുണ്ട്, കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിച്ചവർക്കുള്ള പ്രത്യാശ ക്രിസ്തുവിനാണ്. കർത്താവ് ദാസന്റെ കല്ലറയിൽ വെച്ച് പറഞ്ഞു, എനിക്ക് വിശ്വസിക്കുന്നത് മരിച്ചാലും ഞാൻ ജീവനും ഉത്ഥാനം. എന്നാൽ ലോക ക്രൈസ്തവരെല്ലാം തന്നെ, പ്രത്യേകിച്ച് ഈ നാടുകൾ, ഈ പ്രിയപ്പെട്ടവരൊക്കെ അപ്പകാലത്തൊരു പശ്ചാത്തലമുള്ളവരാണ്. ഇവിടുത്തെയുള്ള കുടുംബങ്ങളെല്ലാം യോസഫിന്റെ കുടുംബം, അതുപോലെ ഇവിടെ കച്ചേരി കുടുംബങ്ങൾ, അതുപോലെ യോസഫാന്റെ കുടുംബങ്ങൾ, ടോണിയുടെ കുടുംബങ്ങൾ, എല്ലാം ഇവിടെ ഒത്തിരി കുടുംബങ്ങൾ. ഞാൻ എല്ലാവരും എന്നുമോർത്ത് പ്രാർത്ഥിക്കുന്നതാണ്. ഇവിടെ എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ കുടുംബങ്ങളെല്ലാം സമുദായ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവർ. ഇങ്ങനെ വന്നവര് അവരെന്തുകൊണ്ടാണ് ആ സമുദായം വിട്ടുവരാനുള്ള കാരണം? അത് ഈ പ്രത്യാശയാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വാസത്തിൽ അംഗീകരിച്ചപ്പോൾ അവരുടെ മരണത്തെ ശേഷം എവിടെയായിരിക്കുമെന്ന് അവർ പുറത്തുവിട്ടു. അതുകൊണ്ടാണ് ഈ സഹോദരന്റെ ആത്മാവിന് വേണ്ടി ഇവിടെ ആരും പ്രാർത്ഥിക്കാൻ എന്നെ കേൾക്കുന്നത് ഇവിടെ ശ്രദ്ധിക്കുന്ന കാര്യം. ഇദ്ദേഹത്തെ ആത്മാവിന് വേണ്ടി ആരും ഇവിടെ ശാന്തി നേർന്നില്ല. കാരണം മനസ്സിലായില്ല, ഇവരാരും കാര്യമായിട്ട് അനുഭവപ്പെടുന്ന ദുഃഖമൊക്കെ ഉണ്ട്. അതിന് കാരണമുണ്ട്. ഇപ്പോൾ കാഹളം ധ്വനിച്ചാൽ ഈ നിമിഷത്തെ കാഹളം ധ്വനി സംസ്കാരം നടത്തിയിട്ടില്ല. മറിച്ച് അങ്ങനെയാണ് വായിക്കുന്നത്. കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാനമന്ത്രി ഒരു ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സൗകര്യമാക്കി ചേർത്ത് പറയാം. പിന്നെ ദൈവത്തിന്റെ കാഹളം സൗകര്യത്തിൽ നിന്ന് ഇറങ്ങി ഒരു ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഇവർക്ക് ജീവനോട് ശരിക്കും നാം രൂപാന്തരപ്പെട്ട് അവനെ എതിർപ്പാൻ ഗ്രഹങ്ങളിൽ ഈ പ്രത്യാശ ഉണ്ടാവില്ല. അനുഭവമാണ് ഒരല്പം ദിവസങ്ങൾ മുന്നോട്ട് പോയിട്ടാണ് കർത്താവ് വരുന്നതെങ്കിൽ അവരുടെ പ്രത്യാശയുടെ പ്രവർത്തനമാണ്. ആ പ്രത്യാശയ്ക്ക് പ്രതിഫലം കൊണ്ടുവരികയുണ്ട്. ഈ പ്രത്യാശിക്കുന്നതിന് പ്രതിഫലമുണ്ട്. അങ്ങനെ കർത്താവിന്റെ വചനത്തിൽ നേരത്തെ ഉപദേശകാര്യങ്ങൾ സൈവിലേക്കുള്ളൊരു കാര്യം, വേർപെട്ടവരായ നാം അനുഷ്ഠിച്ചു വരുന്ന പ്രമാണങ്ങൾ അല്ലെങ്കിൽ ശുദ്ധന്മാരായ അപ്പസ്തലന്മാരുടെ ഉപദേശത്തെ ക്രോഡീകരിച്ച് പറഞ്ഞപ്പോൾ ഒന്ന് ഭക്തിയുപദേശമുണ്ടോ, രണ്ടാമത് സതുപദേശം, മൂന്നാമത് പറഞ്ഞു വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരിമേൽപ്പിക്കപ്പെട്ട വലിയ വിശ്വാസം. ഈ 3 കലയും ചേരുമ്പോൾ ഒരു ദൈവത്തിലേക്ക് ഭൂമി നിരാശപ്പെടാനായിട്ട് ആവശ്യം. എല്ലാം നഷ്ടം വരുമ്പോഴും ഞാൻ എപ്പോഴും ഈ 9 ദിവസം ഈ അടുത്ത ദിവസം ചില പാട്ടുകൾ പരിശോധിക്കും. എന്തൊരു ആശ്ചര്യമാണ്. അതല്ല, അവിടെ നിന്ന് ഇപ്പോൾ പോകാൻ സമയം. ഞാൻ ആ വേദഭാഗത്തിലേക്ക് ഇന്നലെ വായിച്ച വേദഭാഗത്തിലേക്ക് ഞാൻ വൈകിട്ട് വായിച്ച അതേ ഭാഗത്ത് ദർശനമൊക്കെ 4-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 14-ാം വാക്യത്തിലേക്ക് തന്നെ ഞാൻ വീണ്ടും എനിക്ക് ലഭിച്ച അതേ സമയത്ത് തന്നെ ഞാൻ ഉപയോഗിച്ചിരുന്നു. അവിടെ പറയുന്ന കാര്യം ഇതാണ്, എല്ലാം ചേർന്ന് വായിക്കുന്നില്ല. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്രകൊണ്ടവരെയും യേശു അവനോടുകൂടെ വരും. അടുത്ത വാക്കാണ് കർത്താവ് പ്രത്യക്ഷവരെ ജീവിതോടെ ശേഷിക്കുന്നതിന് നാം നിദ്രകൊണ്ടത് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് കർത്താവിന്റെ വചനത്താലാണ് പറഞ്ഞത്. പിന്നീടാണ് പറഞ്ഞത് കർത്താവ് തന്നെ ഗംഭീരനാഥോടും പ്രധാനത്തോടും ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും സ്വർഗത്തിൽ ഇറങ്ങിവരെയും ക്രിസ്തുവിനെ മരിച്ചതിന് മുമ്പ് ഉയർത്തുകയും ജീവനോടെ ശേഷിക്കുന്ന ആ രൂപാന്തരപ്പെട്ട് കർത്താവിനെ എതിർപ്പാൻ വേഗത്തിൽ എടുക്കുമ്പോൾ ഈ വചനങ്ങൾ തന്നെ ആശ്വസിക്കും. അടുത്ത എൻ്റെ ചോദ്യം കേൾക്കാൻ, ഇന്നിപ്പോൾ കാഹളം ധ്വനിച്ചാൽ നേരത്തെ പറഞ്ഞത് ഇവിടെ ഈ പെട്ടിയിലായിരുന്ന പ്രിയ ദൈവദാസൻ ഇതൊക്കെ കണ്ണ് തുറക്കുന്നതിനും അടച്ചു വീണ്ടും നടക്കുന്ന കാര്യമാണ്. ഇവിടെ തപ്പിത്തിരിയാൻ സമയം കിട്ടത്തില്ല. ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ എന്നെ കേൾക്കുന്ന എത്ര പേര് ഈ പ്രത്യാശ ഉള്ളവരാണ്? ഈ പ്രത്യാശ ഇപ്പോൾ കാഹളം ധ്വനിച്ചാൽ കർത്താവ് വേഗം വരുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ കാഹളം ധ്വനിച്ചാൽ നിങ്ങളിൽ എത്ര പേര് ഈ കർത്താവിന്റെ കാഹളത്തിൽ ഈ ഇരിക്കുന്ന രൂപാന്തരപ്പെടും, അഥവാ ഈ മനുഷ്യ വിശുദ്ധനോടുകൂടെ ഉയർത്തൽ ഒരുമിച്ച് കർത്താവിനെ ഇതാണ്
ഇനി ഇപ്പോൾ ഈ മരിച്ച ദൈവദാസൻ എവിടെയായിരിക്കുന്നു? അതൊരു ആശങ്കപരമായ ചോദ്യമാണ് പറയുന്നത്. അതുകൊണ്ടാണ് സഭായസ്ഥരെല്ലാം തന്നെ ആത്മാവിന് വേണ്ടി ഞങ്ങൾ ചെയ്യാത്ത കാരണമുണ്ട്. എന്താ കാരണം അറിയാമോ? ഫിലിപ്പി ലേഖനത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞു, വിട്ടുകഴിഞ്ഞാൽ മാത്രമല്ല 3:1-2-3 വാക്യങ്ങൾ പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ മരിച്ചു നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിന്റെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ഇനി എന്ത് കാണും? ഇത് കാണും, ജീവനായ ക്രിസ്തു വെളിപ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിലാണ്. ഈ പ്രത്യാശയാണ് ദൈവജനത്തിന്റെ ഉള്ളത്. ഈ പ്രത്യാശയാണ്. അതുകൊണ്ട് ദൈവജനത്തിന് കഷ്ടവും സങ്കടവും ദുഃഖവും മരണവും ഒക്കെ തന്നെ എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ അനുസരണത്തിന് സമയമുണ്ട്, പ്രസംഗിക്കാൻ സമയമുണ്ട്. ഞാൻ പറഞ്ഞു അനേക രാജ്യങ്ങളുടെ പേര് ഞാൻ പറഞ്ഞു. ദൈവജനം അതേ വാളുകൾ അനർത്ഥപ്പെടുന്നു, തോക്കുകളാൽ കൊല്ലപ്പെടുന്നു, അവരെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നു. അവിടെ ആരും അനുസ്മരണം പറയാൻ ചുറ്റിരാന്മാരും അവർക്ക് പ്രത്യാശയുണ്ട്. അവർ ഇവിടുന്ന് ഈ ശരീരം വിട്ടാൽ ഉടനെ അവരുടെ ഈ പ്രത്യാശയാണ് ഞങ്ങളെ. എൻ്റെ പിതാവൊക്കെ 2017 വേർപാട് സ്ഥലത്തിലേക്ക് കൊണ്ടുവരാം. മനസ്സിലായോ? തലമുറകളായിട്ട് വിശ്വാസം നിങ്ങൾ പാരമ്പര്യം കൊണ്ടല്ല. ഞാൻ 9 വയസ്സിൽ യേശുവിനെ കണ്ണ് കാണാത്ത 2 കണ്ണ് കാണാത്ത വൃദ്ധനായ ഒരു ദൈവദാസൻ ഒരു സൺഡേ സ്കൂളിൽ സുവിശേഷം പറഞ്ഞാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. ഞാൻ പറയട്ടെ, ഈ പ്രത്യാശയാണ് ഈ ഭവനത്തെ ഇവിടെ ശാന്തരാക്കി. ദുഃഖം അണകുട്ടി ഒഴിവാൻ ദുഃഖമുണ്ട്. പ്രത്യാശ ഒരു ചോദ്യം നിങ്ങൾ മനസ്സിലാവുന്നു, എന്ത് ചെയ്യാം? അതിത്രയോ കർത്താവേ, ഞാനൊരു ഭാവിയായിട്ടാണ് ജനിച്ച് ജീവിക്കുന്നത്. എൻ്റെ പാപത്തിന് വേണ്ടി ഒരു മുസ്ലിം കടിച്ചുവടക്കപ്പെട്ട് കയറട്ടെ. അത് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അങ്ങേ എൻ്റെ കർത്താവായി സ്വീകരിക്കുന്നു എന്ന് നിങ്ങൾ ഹൃദയത്തിൽ വിശ്വസിച്ചു. ആ വിശ്വാസമായ പറയുന്ന നിമിഷത്തിലാണ് അവനെ കൈകൊണ്ടാവുന്ന നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്ക് ദൈവമക്കളാകുമുള്ള ഇപ്പോൾ ഈ ദൈവദാസന്റെ ആത്മാവ് കർത്താവിലൂടെ ദൈവത്തിൽ മഞ്ഞിരിക്കാൻ നിസ്ക്രിയാണ്. ഇനി വരുന്നത് വെളിപ്പെടുന്ന കർത്താവ്. ആ വരുന്ന ദിവസത്തിന്റെ ഓർമ്മ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ കർത്താവ് ചേർന്ന വിശ്വാസികൾ പറയാം. കർത്താവ് ഗംഭീരനാഥം പ്രധാന ശബ്ദത്തിൽ ദൈവത്തിന്റെ ആഹ്വാനത്തോട് സുഹൃത്തിൽ നടത്തുകയും ക്രിസ്തുവിൽ മരിച്ചവരെ ഉപയോഗം തരത്തിലേക്ക് ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ടെ അവനെ വന്മയങ്ങളിൽ ഈ വചനങ്ങൾ ധന്യവനും തുടർന്നുള്ള വചനങ്ങൾ കേൾക്കാം. ഈ പ്രത്യാശയോട് പ്രത്യാശയോട് ആരെങ്കിലും പ്രത്യാശയില്ലെങ്കിൽ ഈ പ്രത്യാശയോടെ നിങ്ങൾ വീട്ടിലേക്ക് പോകണം. കാരണം ജോസഫ് ചോദിക്കാൻ അടിയിലാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം ഇപ്പോഴും നമുക്ക് ഒരിക്കലും അടുത്തുണ്ട്. മരണത്തിനപ്പുറത്ത് ഒരു ജീവിതം നമുക്ക് ഓർക്കുള്ളൂ. ഈ കർത്താവിനെ സ്നേഹിപ്പാൻ നിങ്ങൾക്ക് ഈ പ്രിയപ്പെട്ട മരണവിടും ഈ തൻ്റെ വേർപാട് ദിവസം എൻ്റെ ജനദിവസമായി തൻ്റെ മരണ ദിവസം നിങ്ങളുടെ ജനദിവസമായി തീരുവാൻ ഇടയായെന്ന് ആശിപ്പിച്ചോളൂ. നന്നായി സഭയോടും ദൈവജനത്തോടും ഭവനത്തോടും നന്ദിയും സഭയെ അറിയിച്ചു വാക്കുകൾ സമർപ്പിക്കുന്നു. ദൈവനാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. വളരെ പ്രതീക്ഷ ഉണർത്തുന്ന ഒരു സന്ദേശം അല്പസമയം കൊണ്ട് നമുക്ക് കേൾക്കുവാനിടയായി. കർത്താവിൻ്റെ ഗംഭീരനാഥം, ആ കാഹള ശബ്ദം മുഴങ്ങുവാൻ ഏറ്റവും ആസന്നമായിട്ട് നിൽക്കുകയാണ്. അന്ന് കർത്താവിൽ മരിച്ച വൃദ്ധന്മാർ അവർ ജീവനോടെ കാണുന്ന രൂപാന്തരപ്പെടുന്ന പിന്നെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് അവനോടുകൂടെ ചേരുന്ന ആ ഒരു വലിയൊരു സുദിനം എത്രയോ പ്രതീക്ഷ നൽകുന്ന, എത്രയോ പ്രത്യാശ നൽകുന്ന ഒരു സുദിനമാണ്. രക്ഷിക്കപ്പെട്ടവർക്ക് എത്രയോ പ്രത്യാശയും ആശ്വാസവും ധൈര്യവുമാണ്. ആ ആശയം വരുന്ന അതേ ഗാനം നമുക്ക് കേൾക്കാം, ആശ്വസിക്കാം. ഇപ്പോൾ പ്രിയ സഹോദരന്മാരാകാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. ോട് ബന്ധപ്പെട്ട ചില വാക്കുകൾ നാം കേൾക്കുവാനായിട്ട് പോവുകയാണ്. തൻ്റെ പ്രിയ പിതാവിൻ്റെ കൊച്ചുമക്കളായിരിക്കുന്ന അലൻ, അതിനുശേഷം ഗോഡ്വിൻ ചില കാര്യങ്ങൾ തങ്ങൾ പറയുന്നതാണ്. ആദ്യമായിട്ട് അലൻ, അതിനുശേഷം ഗോഡ്വിൻ.
the seventh grandson. My Appajan is a great man, a man who I look up to daily. He used to know our holidays before even we knew. He used to ask us when we come. I don't know why she didn't ask us. I don't know. He was a man who never disappointed us. A day he goes out to the scooter, he comes back with the SIM. That I miss him. I don't know, I miss it. I don't know how I'll come back here. He has left a big scratch in my heart. A big place that cannot give him. I thank you, Abhijit, for all that you have done in my life. You are the light of our life. I make sure that I pass it through my life. The thoughts you have given, the wisdom you have passed through us. Thank you. And I love you, Abhijit. Bless you. I miss you a lot. Bless you. നമ്മൾക്ക് മാറട്ടെ. ഞാൻ അച്ഛൻ്റെ 5ാമത്തെ കൊച്ചുമകനാണ്. അതെല്ലാം പറയുന്ന അറിയുന്ന പോലെ എൻ്റെ കുഞ്ഞുമോനെ പോലും കുഞ്ഞുമോനാണ്. അപ്പച്ചനെ ഏത് കാര്യം ചെയ്താലും എന്നെ വിളിക്കും. എടാ ഇങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണ്ട, ഞാൻ പറയാൻ പറ്റാ ആലോചിച്ച് ചെയ്യാം. അപ്പച്ചനെ ആരില്ലാത്തപ്പോൾ എന്നെ എപ്പോഴും വിളിക്കും. വീട്ടിലുള്ളപ്പോഴും മാറി നിന്ന് വിളിക്കപ്പച്ചൻ പറയും, എടാ നീ നോക്കണം. 17 വയസ്സ് 18 വയസ്സ് വരുന്നു അപ്പച്ചനെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ ഓരോ വർഷം കഴിഞ്ഞിട്ട് അപ്പച്ചൻ എന്നെ ഏൽപ്പിക്കാൻ തുടങ്ങി. കരിയില്ല ദൈവത്തിലും അപ്പച്ചൻ ഇങ്ങനെ ആ ഉദ്ദേശത്തോടെ എനിക്കും ദൈവം അപ്പച്ചനോട് എന്നോട് പറയാൻ തുടങ്ങിയത്. അപ്പച്ചൻ പറയും വീട്ടിലെ കാര്യം നോക്കണം. അപ്പച്ചൻ്റെ എത്താൻ ഇടയ്ക്ക് പറയും ആൻറ്റിയെ നോക്കണം. എനിക്കറിയില്ല, പക്ഷെ ഞാനൊന്ന് വിശ്വസിക്കുന്നു. മറ്റുള്ളവരെ പോലെ എൻ്റെ ദൈവം എൻ്റെ അപ്പച്ചന് അധികം വേദന കൊടുത്തില്ല. വേദനയില്ലാതെ നിമിഷം മരണപ്പെടുന്നു. ഞാനത് സന്തോഷിക്കുന്നു. ഇന്ന് വരെ എൻ്റെ അപ്പച്ചൻ ഞങ്ങളുടെ ആരി ഞങ്ങൾ 13 കൊച്ചുമക്കളായിട്ടാണ്. എൻ്റെ 20 വർഷക്കാലം അപ്പച്ചൻ വാക്കുകൊണ്ട് പോലും കുറിച്ചിട്ടില്ല. അപ്പച്ചൻ വെക്കേഷൻ 2 മാസം അപ്പച്ചൻ ഞങ്ങൾ നോക്കി. അറിയില്ല, ഞാൻ ഒരു വട്ടം അപ്പച്ചൻ ഞങ്ങൾ ഇങ്ങനെ നോക്കുന്നത് പേഴ്സ് തോന്നിട്ടുണ്ട്. ഞാൻ അതിന് പൈസ കണ്ടിട്ടില്ല. പക്ഷെ ഇന്ന് വരെ അപ്പച്ചൻ ഒരു കുറവും. എനിക്ക് 21 വയസ്സ് വരെ അപ്പച്ചൻ ഞങ്ങളെ നോക്കി. അപ്പച്ചൻ കാരണം ഞങ്ങൾ ഇന്ന് ദൈവമക്കളായിട്ട് ഞങ്ങൾക്ക് ഈ കുടുംബത്തിൽ ജീവിക്കാൻ സാധിച്ചു. ചെയ്യുന്ന കർത്താവ് ദൈവത്തിൻ്റെ കുറവാക്കി കർത്താവ് എന്നാലും ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചു. ഇവിടെയുള്ള കുടുംബത്തെ പ്രാർത്ഥിക്കുന്നു. വളരെ ദുഃഖം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ട്. പ്രത്യേകിച്ചും കൊച്ചുമക്കളോട് താനൊരു കൊച്ചുമകനെ പോലെയാണ് പെരുമാറിയത് എന്നുള്ളത് അത്
കുഞ്ഞുമോനെ പോലെ തന്നെ, പ്രത്യേകിച്ചും ആ പേര് പോലെ തന്നെ പ്രിയപ്പെട്ടവർ ഇടപെട്ടു. അതിൻ്റെ സ്നേഹം എപ്പോഴും തങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതും ഓർക്കുന്നു. ദൈവത്തെ ബോധ്യപ്പെടുത്തുന്നു. പ്രിയപിതാവ് അങ്ങനെ ഒരു സേവനം ചെയ്യുവാൻ ദൈവം തന്നെ അനുവദിച്ചല്ലോ. ദൈവത്തിന് മഹത്വം. ഇപ്പോൾ ബ്രദർ ബിനോയ് സഹോദരൻ മുൻപോട്ട് കടന്നു വന്ന ബാംഗ്ലൂരിൽ നിന്ന് വന്നിരിക്കുന്ന മക്കളോട് ബന്ധപ്പെട്ട് ബിനോയ് സഹോദരൻ മുൻപോട്ട് കടന്നു വന്ന് ചില വാചകങ്ങൾ പറയുന്നതാണ്. ബ്രദർ ബിനോയ് സഹോദരൻ ആക്ഷൻ. സ്തോത്രം ചെയ്യുന്നു. എനിക്ക് ശുശ്രൂഷ നടക്കുമ്പോൾ ഞാൻ വേണ്ട എന്ന് പറയാൻ പറ്റിയ ഞാൻ ഈ കുടുംബമായിട്ട് 26 വർഷത്തെ ബന്ധമാണ് എനിക്കുള്ളത്. രണ്ടാമത്തെ മോളെ വിവാഹം ചെയ്ത് അന്ന് ഞങ്ങളൊരു അമ്മായിപ്പനും മരുമകനും എന്നുള്ള ബന്ധമല്ലായിരുന്നു. അങ്ങനെ ഞങ്ങളെ ഒരിക്കലും വിളിച്ചിട്ടില്ല. അപ്പച്ചൻ എന്നെ വിളിക്കുന്നത് പോലെ മാത്രമാണ് ഇന്ന് വരെയും. അതുകൊണ്ട് ഞങ്ങളങ്ങനെ ഒരു ബന്ധമായിരുന്നു ഇതുവരെയും പുലർത്തുവാനായിട്ട് ഇടയാക്കിയത്. വാർത്ത കേട്ടപ്പോൾ വളരെ വേദനിക്കുവാനായിട്ട് ഇടയാക്കിയത്. ഞങ്ങളുടെ എന്തൊരാവശ്യങ്ങൾക്കും ഒരു കാര്യം പറഞ്ഞാൽ അപ്പച്ചനോട് ഓടിയെത്തും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമ്പറും എൻ്റെ മോളുടെ ലാംഗ്വേജായിരുന്നു. അതുമാത്രമല്ല അനിയത്തിയുടെ മോളുടെ ഗ്രാജുവേഷൻ സമയമായിരുന്നു. അപ്പോഴും ഞങ്ങൾ വിവരം അറിയിപ്പിച്ചപ്പോൾ അപ്പച്ചൻ യാതൊരു മടിയും കൂടാതെ ഞങ്ങളവിടെ എത്തും എന്ന് പറയുവാൻ ഞങ്ങളെല്ലാവരും വളരെ സന്തോഷിക്കുവാൻ അനേക ഫോട്ടോകളെടുത്ത് ഇന്നലെയും ഞാൻ കാണുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അപ്പച്ചൻ്റെ ആ ചോദിച്ചവർക്ക് ഞങ്ങൾക്കൊക്കെ ഒരു മാതൃകയാണ്. തൻ്റെ വയസ്സോ തൻ്റെ യാതൊരു പ്രയാസങ്ങളും അതിന് കാരണമായി തീർന്നിട്ടില്ല. യാതൊരു തടസ്സങ്ങളും തടയാനായിട്ട് ഇടയായിട്ട് തീർന്നില്ല. ഞങ്ങളെ മക്കളെ ആവട്ടെ വെക്കേഷൻ എന്ന് വന്നോ അന്ന് തന്നെ ഫോൺ ചെയ്യും. നാളെ മക്കൾക്ക് ലീവ് തുടങ്ങിയാണല്ലേ, അപ്പം എന്നാണ് മക്കളെ കയറ്റി ഇങ്ങോട്ട് വിടുന്നത് എന്നാണ് അപ്പച്ചൻ ചോദിക്കുന്നത്. ഞങ്ങൾ 13 കൊച്ചുമക്കളെയും അപ്പച്ചൻ വെക്കേഷൻ പിള്ളേര് ഇവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളത് അപ്പച്ചൻ്റെ ഒരു പ്രത്യേകതയാണ്. അവർക്ക് സിബപ്പ് മുതൽ കുഞ്ഞു കുട്ടികളെ പോലെ ഞാൻ കണ്ടിട്ടുണ്ട്. ചോക്ലേറ്റും സിബപ്പും എല്ലാം അവർ എന്ത് ആവശ്യപ്പെടുമ്പോൾ അവർക്കെല്ലാം അപ്പച്ചനോട് പറഞ്ഞാൽ അത് അപ്പച്ചൻ അവർക്ക് മേടിച്ചു കൊടുക്കും എന്നുള്ളത്. അതുകൊണ്ടാണ് കൊച്ചുമക്കളുടെ സാക്ഷ്യം നമ്മൾ കേട്ടത്. അവരുടെ ജീവിതത്തിൽ ഈ വേർപാട് വലിയ ദുഃഖമാണെങ്കിലും അവരൊക്കെ ഞാൻ ഓർമ്മാറുള്ളത് അവരും ഈ ജീവിതമുള്ള ദൈവത്തെ അറിയുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അപ്പച്ചനുള്ള ആ പ്രത്യാശ മക്കൾക്കും ഒക്കെ കണ്ട് സന്തോഷിക്കുവാനായിട്ട് ദിവസങ്ങളിൽ ഇടയാകും. അപ്പച്ചൻ്റെ വിശ്വാസവും മാതൃകയും അവരും പിൻപറ്റി കർത്താവിനെ സേവിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. അമ്മച്ചിയെയും നീനുവിനെയും ഒക്കെ ഞങ്ങൾ ഓർക്കുമ്പോൾ വളരെ ഞങ്ങളെക്കാളൊക്കെ എപ്പോഴും അടുത്ത് ഇടപെടുക ആളുകളായിരുന്നു അവരും വളരെ ദുഃഖത്തിലാണ്. ഞാൻ ഇതുവരെയും അവരെയൊക്കെ ആശ്വസിപ്പിക്കുവാനായിട്ട് എനിക്ക് ക്ഷമ നൽകി. ഈ ഒരു സമയത്ത് ഞങ്ങൾക്ക് ദുഃഖമുണ്ടെങ്കിലും വലിയൊരു പ്രത്യാശ ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഒരു ദിവസം ഞങ്ങളുടെ അച്ഛനെ ഞങ്ങൾക്ക് കാണാം എന്നുള്ള വലിയ പ്രത്യാശവും ധൈര്യത്തോടും കൂടെ ഞങ്ങൾ ഇന്ന് അച്ഛൻ്റെ ഈ ശുശ്രൂഷകൾക്കൊക്കെ പങ്കെടുക്കുവാനായിട്ടുള്ള എല്ലാ കൃപയും ഞങ്ങൾക്ക് ലഭിക്കേണ്ടതിന് ദൈവത്തോടൊന്നും ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ അവസാനിപ്പിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജോസഫ് സഹോദരൻ
എല്ലാ നിലയിലും തൻ്റെ ശുശ്രൂഷ കൃത്യമായിട്ട് നിർവഹിച്ച പ്രിയപ്പെട്ടവനാണ്. ഭാര്യ സഹോദരിയെ സംബന്ധിച്ച് നല്ല തുണയായി, മക്കൾ 6 പേർക്കും നല്ലൊരു പിതാവായി, കൊച്ചുമകൾക്ക് എന്തൊക്കെ പരിപാലനവും ശാന്തനവും വേണമോ ആ നിലയിലും ഇവിടെയുള്ള സഭയ്ക്കും തന്നോട് ഇടപെടുന്ന കൂട്ടു സഹോദരങ്ങൾക്കും സന്തോഷത്തെ പ്രദാനം ചെയ്യുന്ന, ആശ്വാസത്തെ നൽകുന്ന, ഹൃദയത്തെ തണുപ്പിക്കുന്ന വളരെ നല്ലൊരു ശുശ്രൂഷ തികത്താൻ പ്രിയ ദൈവവൃത്തിനെ കർത്താവ് സഹായിച്ചു. തൻ്റെ ശുശ്രൂഷ താൻ പൂർണ്ണമായിട്ട് തികച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഈ വാക്കുകൾ കൂടിയൊക്കെ നാം അത് തന്നെയാണ് കേട്ടത്. ഇപ്പോൾ ട്വിങ്കിൾ പോൾ സഹോദരൻ മുൻപോട്ട് വന്ന് പ്രാർത്ഥിച്ച് ഈ കുടുംബത്തിനും ബന്ധത്തിനും ആശ്വാസം ലഭിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. അതിനുശേഷം ഈ കുടുംബത്തിലെ മരുമകനായിരിക്കുന്ന ബ്രദർ ജെയിംസ് തോമസ് സഹോദരൻ ചില കാര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കും. അതിനുശേഷം ദൈവവചനത്തിൽ നിന്ന് എ.പി.കെ. ജോർജ് സഹോദരൻ നമ്മളോട് സംസാരിക്കും. എല്ലാ ശുശ്രൂഷയും അനുഗ്രഹമായിട്ട് തീരാൻ ദൈവസാന്നിധ്യ ബോധത്തിൽ നാം ഇരിക്കുന്നു എന്നുള്ള ധാരണയോടും ഈ കുടുംബത്തിൻ്റെ ഏറെ ആശ്വാസത്തിനും പ്രത്യാശയ്ക്കും ഉതകുവാൻ പ്രാർത്ഥനയോട് കൂടെ തന്നെയായിരിക്കും. ഇപ്പോൾ ട്വിങ്കിൾ പോൾ സഹോദരനെ ശുശ്രൂഷിക്കാൻ ക്ഷണിക്കും. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, സർവാശ്വാസത്തിന് ഉറവിടമായിരിക്കുന്ന നിന്റെ മുഖത്തേക്ക് അടിയങ്ങൾ ഈ സമയം നോക്കുന്നു, നിന്റെ കൃപയ്ക്കായി യാചിക്കുന്നു. കർത്താവേ, അവിടുന്ന് സകലത്തിനും മീതെ മഹാദൈവമാണ്. സകലവും കർത്താവേ നിന്റെ സർവജ്ഞാനത്തിലും നിന്റെ പരമാധികാരത്തിലുമാണ് അവിടുന്ന് ചെയ്യുന്നത്. ഞങ്ങളുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്, അവൻ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു എന്ന് നിന്റെ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നു. കർത്താവേ, നീ സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും കർത്താവെ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ അതേ വെച്ചിരിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ ഓർക്കുകയാണ്. കർത്താവെ, നീ ചെയ്യുന്ന സകല പ്രവൃത്തികളും നിന്റെ മഹത്വത്തിനും കർത്താവെ നിന്നെ ഞങ്ങൾ ഭയപ്പെടേണ്ടതിനും, ഞങ്ങൾ കർത്താവെ എത്ര നശ്വരമായിരിക്കുന്ന ജീവിതം ഉള്ളവരാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് നിന്റെ മുമ്പാകെ ഏറെ എളിമപ്പെട്ടും താഴ്മയോടും വിനയത്തോടും കൂടെ ജീവിക്കേണ്ടവരാണെന്നുള്ളതും ഓരോ സംഭവങ്ങളും ഞങ്ങളെ ഓർപ്പിക്കുന്നതോർത്ത്, ഞങ്ങളെ കർത്താവ് ഓർമ്മപ്പെടുത്തുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. മനുഷ്യൻ്റെ ആയുസ് അതെത്ര നശ്വരമാണ് എന്നുള്ളത് ഞങ്ങൾ ഓർക്കുകയാണ്. കർത്താവെ, കഴിഞ്ഞ ദിവസം നിന്റെ ദാസനെ ഭൂമിയിൽ നിന്ന് വേർപെട്ടുപോയി. അവിടെ നിന്ന് അനുവദിക്കാതെ അങ്ങനെ ഒരു കാര്യം നിന്റെ മക്കളുടെ ജീവിതത്തിൽ സംഭവിക്കില്ല എന്നുള്ളത് ഞങ്ങൾ പൂർണ്ണമായും ഉറപ്പായും വിശ്വസിക്കുന്നു. കർത്താവെ, നീ അനുവദിച്ചിട്ടല്ലാതെ, നിന്റെ സമ്മതമില്ലാതെ ഒരിക്കലും ഇത് സംഭവിക്കില്ല. അവിടുത്തെ ഉദ്ദേശം എന്താണെന്നുള്ളത് നിത്യത വെളിപ്പെടുത്തും. എന്നാൽ കർത്താവെ, നിന്റെ സർവജ്ഞാനത്തിനും നിന്റെ പരമാധികാരത്തിനും കീഴ്പ്പെട്ടുകൊണ്ട്, സകലത്തിലും നിന്നെ ഭയപ്പെട്ടുകൊണ്ട്, നിന്റെ മുമ്പാകെ വിനയപ്പെട്ടുകൊണ്ട് അടിയങ്ങൾ ഈ സമയമായിരിക്കുന്നു. സർവാശ്വാസങ്ങൾ നൽകുന്ന കർത്താവ് നിന്റെ മക്കളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുകയും അവരെ ബലപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും നിന്റെ ദാസൻ എന്ന കർത്താവിൻ്റെ സന്നദ്ധയിൽ വിശ്രമിക്കുന്നു എന്നുള്ള ആ ഉറപ്പുള്ള ജീവനുള്ള പ്രത്യാശയോടുകൂടെ, ആ ധൈര്യത്തോടുകൂടെ, ആ സന്തോഷത്തോടുകൂടെ ഞങ്ങൾക്ക് മുൻപോട്ടുള്ളതായിരിക്കുന്ന ജീവൻ നയിപ്പാൻ കർത്താവ് സഹായിക്കണം. പ്രത്യേകിച്ച് മക്കളെ, കൊച്ചുമക്കളെ, മരുമക്കളെ, കർത്താവെ തൻ്റെ കുടുംബത്തെ എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനത്താൽ, അവിടുത്തെ ആത്മാവിനാൽ നിന്റെ മക്കളോടൊക്കെയും ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനുഷികമായിരിക്കുന്ന വാക്കുകൾ ബലഹീനമാണ് കർത്താവെ. ഞങ്ങൾക്കൊക്കെ പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും പരിമിതികളുണ്ട്. എന്നാൽ ഞങ്ങൾക്ക് പരിമിതികളില്ലാത്തൊരു ദൈവം കർത്താവെ, എല്ലാ സന്തോഷവും സമാധാനവും ദൈവകൃപയും പ്രദാനം ചെയ്യുന്ന ഒരു ദൈവം ഞങ്ങൾക്കുണ്ട്. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം എവിടെയുണ്ട്? ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്റെ മക്കളോട് കൂടെ ഉണ്ട്. അവരെ കർത്താവെ ഈ വചനങ്ങളാൽ, അവിടുത്തെ മാറ്റമില്ലാത്തതായിരിക്കുന്ന വചനത്താൽ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷയും അവിടുന്ന് ആദരിക്കണമേ, സഹായിക്കണമേ, എല്ലാം അങ്ങയുടെ മഹത്വത്തിനാക്കി തീർക്കണമേ.
വചന ശുശ്രൂഷയും കർത്താവെ ഞങ്ങളുടെയൊക്കെ പ്രത്യാശയെ ബലപ്പെടുത്തുവാൻ, ഞങ്ങൾക്ക് കൂടുതൽ കർത്താവെ നിന്നെ മുഖത്തേക്ക് നോക്കി കർത്താവെ ഉറപ്പോടുകൂടെ ജീവിപ്പാൻ, ധൈര്യത്തോടുകൂടെ ജീവിപ്പാൻ, ഞങ്ങളുടെ ഈ പരദേശ പ്രയാണം മുമ്പോട്ട് പോകുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനെവിടുത്തെ ദാസനെയും ശക്തിപ്പെടുത്തണമേ. എല്ലാം അങ്ങയുടെ മഹത്വത്തിനാക്കി തീർക്കണം. ഒരിക്കൽ കൂടെ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം ഞങ്ങൾക്കായി ജീവൻ വെച്ച ക്രിസ്തുയേശുവിന്റെ ധന്യമായ നാമത്തിൽ ഞങ്ങൾ ഏറ്റവും വലിയ താഴ്മയായിട്ട് അപേക്ഷിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ പിതാവിൻ്റെ കൊച്ചുമക്കൾ ഒരു ആഗ്രഹം പറഞ്ഞു, തങ്ങൾക്ക് ഒന്നു ചേർന്ന് ഒരു ഗാനം ആലപിക്കണമെന്നുള്ളത്. പ്രിയ കൊച്ചുമക്കൾ മുൻപോട്ട് കടന്നു വന്ന് ഒരു പാട്ട് പാടുന്നതാണ്. തോമസ് സഹോദരനാണ് വചന ശുശ്രൂഷിക്കുന്നത്. ശുശ്രൂഷ നിർവഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ ദൈവം വേർപ്പെടുത്തട്ടെ. തുടർന്നുള്ള സമയം പ്രിയപ്പെട്ടവർ വചനത്തിൽ ശുശ്രൂഷിക്കുന്നു. ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടുന്നത് കർത്താവിന്റെ ഭക്തനായ പുരുഷൻ അനുഭവിക്കേണ്ടുന്ന നന്മകളെല്ലാം 128-ാം സങ്കീർത്തനത്തിൽ പ്രത്യേകിച്ച് ഒരു കുടുംബത്തോട് ബന്ധപ്പെട്ടാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. അത് പ്രിയ അനുഭവിക്കുവാൻ കഴിയും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വാസ്തവത്തിൽ ഇന്ന് ശാന്തമായിരിക്കുവാനാണ് ഞാൻ ആഗ്രഹിച്ചത്. നല്ലൊരു രാത്രിയിൽ പ്രിയ അളിയൻ ചേട്ടായി കണ്ണീരോടെ എന്നോട് ആ ആഗ്രഹം പറഞ്ഞതുകൊണ്ട് എൻ്റെ മുഖത്ത് നോക്കി അത് പറയുവാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല. ഞാൻ ഏറെ സന്തോഷിക്കുന്നു. ദൈവം ദോഷമായിട്ടൊന്നും ചെയ്തിട്ടില്ല. വാസ്തവത്തിൽ അനേക മരണങ്ങളിൽ, പക്ഷേ 100 മരണങ്ങളിൽ ഞാൻ ശുശ്രൂഷിച്ചിട്ടുണ്ട്. വ്യക്തമായ വചനത്തിൻ്റെ ധാരണയോടെയാണ് ഓരോ ശുശ്രൂഷയ്ക്കും കയറാറുള്ളത്. ഇന്ന് പ്രിയ ചേട്ടായിയോട് പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു 5 പ്രാവശ്യമെങ്കിലും ഞാൻ ചിന്തിച്ച വചനഭാഗങ്ങൾ മാറി മാറി അവസാനം ഞാൻ മറ്റൊരു ഭാഗത്തിലേക്ക് വന്നു നിൽക്കുകയും ഞാൻ ദീർഘമായി സംസാരിക്കുകയില്ല. എനിക്ക് പിന്നാലെ എൻ്റെ പ്രിയപ്പെട്ട ആത്മസ്നേഹിതരും ബഹുമാനപ്പെട്ട കർത്താവദാസനുമായ MK ജോർജ് ബ്രദർ ഉണ്ട്. വാസ്തവത്തിൽ ഇന്നലെ രാത്രി 2 മണിക്കാണ് താൻ 12 ദിവസത്തെ ദീർഘമായ ശുശ്രൂഷ കഴിഞ്ഞ് ആൻഡമാൻസ് ഭവനത്തിലെത്തിയത്. താനുണ്ട്, ആ ധൈര്യം എൻ്റെ മനസ്സിലുണ്ട്.
അതുകൊണ്ട് വചന ശുശ്രൂഷ അദ്ദേഹം നിർവഹിച്ചു കൊടുക്കും. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, പലവട്ടം മാറി വന്ന ചിന്തകളിൽ ഒടുവിൽ എൻ്റെ മനസ്സിൽ വന്നൊരു വേദഭാഗം അളിയനോട് പറഞ്ഞു, അപ്പച്ചൻ അങ്ങനെ ആഗ്രഹമുണ്ട്. ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ അത് സന്തോഷിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ശുശ്രൂഷകൾ വരുമ്പോൾ അത് ആ വലിയൊരു ബോക്സിൽ ആ ഭവനത്തിൽ വെച്ച് ഉറക്കെ ഒരു കൺവെൻഷൻ്റെ പ്രതീതി താൻ ഞാൻ വചന ശുശ്രൂഷിക്കുമ്പോൾ ഉണ്ടാക്കാറുണ്ടായിരുന്നു എനിക്കറിയാം. എൻ്റെ പിതാവ് വിദ്യയിലേക്ക് ചേർക്കപ്പെട്ടിട്ട് 10 വർഷമായി. ഇന്നലെ ഞാൻ 43 വയസ്സ് കഴിഞ്ഞ് 41 കയറുന്ന ദിവസമാണ്. ഞാനത് ഓർക്കാറില്ല. മെനിയാന്ന് രാത്രിയാണ് ഞാൻ ജനിച്ചു എന്നുള്ളത് ഞാനറിയാം. പക്ഷെ ഇന്നലത്തെ ദിവസം മറ്റൊരു ദൈവം അനുവദിച്ച സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, കർത്താവ് ദോഷമായിട്ടൊന്നും ചെയ്യുകയില്ല. ഞാൻ ഒരു വാക്യം മാത്രം വായിച്ച് ഇരുന്നു കൊള്ളാം. എബ്രായലേഖനം 6-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. ദൈവം നിങ്ങളുടെ പ്രവൃത്തി വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നുകളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. ഞാൻ സഭാ ശുശ്രൂഷകനാണ്. എൻ്റെ പിതാവ് അനേക സ്ഥലം സഭകൾ ഉണ്ടാകുവാൻ മുഖാന്തരമായ ഒരു ദൈവദാസനാണ്. പ്രിയ അപ്പച്ചനും തനിക്ക് വലിയ പ്രസംഗ പാഠമൊന്നുമില്ലായിരുന്നു. പക്ഷേ താൻ ദൈവസഭ ഒത്തിരി സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പലപ്പോഴും സുപ്രിയ പറയാറുണ്ട്, താൻ ഈ സഭയ്ക്ക് വേണ്ടി ഒത്തിരി അധ്വാനിച്ചു. എനിക്കൊരു സഹോദരൻ്റെ ചെവിയിൽ ഒന്ന് പറഞ്ഞ ആരെന്ന് എനിക്കറിഞ്ഞില്ല. താൻ ചെയ്ത നന്മകളെ വിസ്തരിച്ചു പോകരുത്. താൻ ഒത്തിരി ഈ സഭയ്ക്ക് വേണ്ടി അധ്വാനിച്ചു. ഞാൻ അനുഭവത്തിന്റെ ചൂടിൽ നിന്ന് പറയട്ടെ, ഒരു സ്ഥലം സഭയുടെ രൂപീകരണവും അതിൻ്റെ ആദ്യ സമയങ്ങളിലുള്ള അധ്വാനം അത് പറഞ്ഞറിയിക്കാൻ പറ്റുകയില്ല. ഞാനത് അനുഭവിക്കുന്ന ഒരാളാണ്. എന്നാൽ കാലങ്ങൾ മാറി വരുമ്പോൾ ഒരു പക്ഷേ മനുഷ്യരത് മറന്നുവെന്ന് വരാം. എന്നാൽ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ പ്രവൃത്തി വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും അവിടുത്തെ നാമത്തോട് കാണിച്ച സ്നേഹം അത് മറന്നുകളവാൻ തക്കവണ്ണം അനീതിയുള്ളവരല്ല. അത് ആദ്യം കുടുംബത്തിലാണ് കാണപ്പെടുന്നത്. പിതാവ് അത് നന്നായി തികച്ചു എന്നതിൻ്റെ നേർസാക്ഷ്യമാണ്. കുഞ്ഞുങ്ങളല്ല അത് പറഞ്ഞത്. ഞാൻ ഇതിനപ്പുറത്തേക്കൊന്നും പറയുന്നില്ല. സ്ഥലം സഭയിലും താൻ അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ പലപ്പോഴും ചിലപ്പോഴൊക്കെ പരിഭവപ്പെട്ടിട്ടുണ്ട്, അല്പം ദേഷ്യപ്പെട്ടിട്ടുണ്ട്. ആ നിങ്ങൾ ഉദ്ദേശിച്ച തരത്തിലെ ദേഷ്യം നല്ലത്. പലപ്പോഴും ഞാൻ നെടുമ്പാശ്ശേരിയിലൊക്കെ ആദ്യ സമയത്ത് തനിയൊക്കെ നിൽക്കുമ്പോൾ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു താൻ വരണമെന്ന്. അങ്ങനെ വരികയില്ലായിരുന്നു. പക്ഷെ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, മോനെ എൻ്റെ സഭ അറുട്ടിച്ചാറേ. അങ്ങനെയുള്ള പിതാക്കന്മാരെ സഹോദരന്മാർ അന്യം നിന്ന് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം നിൽക്കുന്നത്. ഞാനൊരു വാക്ക് പറയുമ്പോൾ അമർഷം തോന്നരുത്. ഞാൻ പലയിടങ്ങളിലും പ്രസംഗിക്കുന്നൊരു വാചകമാണ്. ഒരു സ്ഥലം സഭയുടെ വിജയം പ്രത്യക്ഷമായി കാണുന്ന പല കാര്യങ്ങളിലല്ല, അത് രണ്ടാമതേയുള്ളൂ. ആരും അറിയാതെ ബിഹൈൻഡ് ദ കർട്ടൻ, തിരശ്ശീലയ്ക്ക് പിറകിൽ നിരന്തരം അധ്വാനിക്കുന്ന ചില സഹോദരന്മാരും സഹോദരിമാരും സഭകൾക്കുണ്ട്. അവരാണ് ഒരു സഭയുടെ വിജയം എന്ന് പറയുന്നത്. ഞങ്ങളുടെ പ്രിയ പിതാവ് അത്തരത്തിൽ ദൈവജനത്തിൻ്റെ മധ്യ സാക്ഷ്യത്തോടെ, ഞാൻ പറഞ്ഞതുപോലെ തനിക്ക് വലിയ കഴിവൊന്നുമില്ലായിരുന്നു. പക്ഷേ തനിക്ക് ലഭിച്ച കൃപയ്ക്കനുസരിച്ച് താൻ വിശ്വസ്തയോടെ ചെയ്തു. അമ്മ അതിൻ്റെ കൂടെ നിന്നു. എല്ലാവരും, മിനുവിനെ മറക്കാൻ പറ്റുകയില്ല, ബാക്കി എല്ലാവരും സഹോദരങ്ങളാണ്. പക്ഷേ മിനുവും അമ്മയുമാണ് വാസ്തവത്തിൽ അച്ഛനോടൊപ്പം ഈ ഭവനത്തിൻ്റെ ബാക്ക് ബോൺ ആയിരുന്നു. എത്ര പേര് വന്നാലും പരിഭവമില്ല. ഞങ്ങളുടെ പിതാവിൻ്റെ നല്ല ജീവിതത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഞാനൊരു വാക്ക് സ്ഥലം സഭകളോട് പ്രത്യേകിച്ചും മരോട്ടിച്ചാർന്ന ദൈവജനത്തോട് ഇത് ഞങ്ങളുടെയും നമ്മുടെയും സഭയായതുകൊണ്ട് പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ പിതാക്കന്മാർ നടന്നുപോയ വഴികളെ മറക്കരുത്.
അത് മറന്ന് നാം പോകരുത്. എന്തിൻ്റെ പേരിലായാലും നാം ദൈവസന്നിധിയിൽ ആ കാര്യങ്ങളെ വിസ്മരിച്ചു കൂടാതെ നമ്മെ നടത്തിയവരുടെ വിശ്വാസത്തെ അനുകരിപ്പാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. ഞങ്ങളുടെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവനാമം ആവർത്തിച്ച് കേട്ടതുപോലെ ഇത് കർത്താവ് അറിയാതെ സംഭവിച്ചതല്ല. നമുക്കെല്ലാവർക്കും ഈ ഭൂമിയിൽ നിന്ന് പോകുവാൻ വ്യത്യസ്ത നിലയിലുള്ള വാഹനമാണ് കർത്താവ് ക്രമീകരിച്ചിട്ടുള്ളത്. പ്രിയ പിതാവിനോടുള്ള ബന്ധത്തിൽ ഇങ്ങനെയാണ് കർത്താവിന് പ്രസാദം തോന്നിയത്. പാട്ടുകാരൻ പാടുന്നത് പോലെ കാലങ്ങൾ കഴിയുമ്പോൾ, നിത്യത പുലരുമ്പോൾ ദൈവം ചെയ്തതെല്ലാം നന്മയ്ക്കെന്ന് നാം തിരിച്ച് അറിയും. ഒരുപക്ഷെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഹൃദയത്തിൽ പലവട്ടം ഉരുത്തിരിയുന്നൊരു ചോദ്യം, എന്തുകൊണ്ട് ഞങ്ങളുടെ അപ്പച്ചന്, എന്തുകൊണ്ട് ഞങ്ങളുടെ പിതാവിന് ഇങ്ങനെ ഒരു മരണം സംഭവിച്ചു എന്നുള്ളതാണ്. എന്നാൽ അത് കർത്താവിൻ്റെ ഹിതമായിരുന്നു. ഒരു നല്ല മരണം പ്രിയ പിതാവിന് കർത്താവ് നൽകി. ഈ കുടുംബവുമായിട്ടുള്ള എൻ്റെ ഹൃദ്യമായ ഒരു ബന്ധം കർത്താവിൻ്റെ ദാസൻ ഇന്ന് കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്ന പ്രിയ ജെയിംസും തോമസുമായിട്ടുള്ളതാണ്. ഞങ്ങൾ ഏകദേശം ഒരേ സമപ്രായക്കാരാണ്, വളരെ ഉറ്റ സുഹൃത്തുക്കളാണ്, ഉറ്റ സഹോദരന്മാരാണ്. ഞങ്ങൾ അന്യോന്യം ഞങ്ങളുടെ ഹൃദയം തുറന്ന് പങ്കുവയ്ക്കാറുണ്ട്. പ്രിയ സുപ്രിയ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. എന്നോട് ജെയിംസ് പറയാറുണ്ട്, എൻ്റെ ബ്രദറെ, അവളുടെ പിതാവ് കഴിഞ്ഞേ ഉള്ളൂ എന്നോടുള്ള സ്നേഹം എന്ന്. ബന്ധുമിത്രാദികളോടും ദൈവമക്കളോടും ഇങ്ങനെ പറയട്ടെ, നമ്മുടെ കർത്താവ് വരുവാൻ പോകുന്നു. ഈ മരണം ഒരു പ്രത്യാശയുള്ള മരണമാണ്. എന്താണ് മരണത്തിനപ്പുറമുള്ള നമ്മുടെ വലിയ പ്രത്യാശ എന്ന് പറയുന്നത്? നമ്മുടെ കർത്താവ് വരുവാൻ പോകുന്നു. കർത്താവ് വരുമ്പോൾ എന്തു സംഭവിക്കും? രണ്ട് കാര്യങ്ങളെ കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. ഒന്ന്, ക്രിസ്തുവിൽ മരിച്ചവരുടെ പുനരുത്ഥാനം എന്നുള്ളതാണ്. എല്ലാവരുടെയും പുനരുത്ഥാനം സംഭവിക്കും. എന്നാൽ ക്രിസ്തുവിന്റെ മടങ്ങിവരവെങ്കിൽ ക്രിസ്തുവിൽ മരിച്ചവരുടെ പുനരുത്ഥാനം സംഭവിക്കും. ഈ മൊബൈൽ മോർച്ചറിക്ക് ചുറ്റും വളരെ വേദനയോടും ഹൃദയത്തിന്റെ ആ ഉള്ളിൽ തിങ്ങി നിൽക്കുന്ന സങ്കടത്തോടും കൂടെ നാം ആയിരിക്കുമ്പോൾ ഒരു വിഷയം എങ്ങനെ പറയട്ടെ, ഇന്ന് ഈ 3 മണി കഴിഞ്ഞ സമയം ആകാശ മേഘങ്ങളെ വാഹനമാക്കി നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നാൽ നമുക്കുള്ള പ്രത്യാശ എന്താണ്? ഈ മൊബൈൽ മോർച്ചറിയിൽ നിന്ന് നമുക്ക് മുൻപായി പ്രിയ പിതാവ് പുനരുത്ഥാനം പ്രാപിക്കും എന്നുള്ളതാണ്. പ്രിയ പിതാവ് മാത്രമല്ല, കഴിഞ്ഞ 2000 വർഷങ്ങളായിട്ട് ക്രിസ്തുവിൽ ജനിച്ച്, ക്രിസ്തുവിൽ ജീവിച്ച്, ക്രിസ്തുവിൽ മരിച്ചിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം പുനരുത്ഥാനം പ്രാപിക്കും എന്നുള്ളത് ഒരു നീതിമാന്റെ മരണത്തിൽ മാത്രമുള്ള പ്രത്യാശയാണ്. ഇനി അതുകൊണ്ട് തീരുന്നില്ല. ബൈബിൾ വെളിപ്പെടുത്തുന്നുണ്ട്, പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരം പ്രാപിച്ച് ആകാശ മേഘങ്ങളിൽ അവരോട് ഒരുമിച്ച് എടുക്കപ്പെടും. കർത്താവിന് സ്തോത്രം. ഇത് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് മാത്രമുള്ള പ്രത്യാശയാണ്. നമ്മുടെ കർത്താവ് മടങ്ങി വരുമ്പോൾ ആകാശ മേഘങ്ങളെ വാഹനമാക്കി ആ കർത്താവ് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ പുനരുത്ഥാനം പ്രാപിക്കും. ജീവനോടെയുള്ള നാം രൂപാന്തരം പ്രാപിച്ച് ആകാശ മേഘങ്ങളിൽ നാം എടുക്കപ്പെടുവാൻ ഇടയാകും. കെ വി സെമൻ സാറ് പാടിയ ഒരു പാട്ടിൽ ഇങ്ങനെയുണ്ടല്ലോ, 1000 കോടി വാനഗോളങ്ങളെ താണ്ടി പോയിടും നിൻ മാർഗം ഊഹിക്കാവുന്നോ. പ്രിയ ദൈവമക്കളെ, അത് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് മാത്രമുള്ള പ്രത്യാശയാണ്. നമ്മുടെ കർത്താവ് മടങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ പുനരുത്ഥാനം പ്രാപിക്കും. ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് ആകാശ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഒരു വിഷയം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നീതിമാനോ മരണത്തിൽ പ്രത്യാശയുണ്ട്. എന്താണ് ഒരു പ്രത്യാശ? ഈ ഭൂമിയിലെ പ്രവൃത്തികൾ ഒരു നീതിമാൻ കർത്താവിന് വേണ്ടി ചെയ്യുന്നുള്ള സകല പ്രവൃത്തികളും കുഴിമാടത്തിനപ്പുറം പിന്തുടരുമെന്നുള്ളതാണ്. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, നമ്മുടെ പ്രവൃത്തികളും പിന്തുടരും എന്നുള്ളതാണ്. നാം ഈ ഭൂമിയിൽ രക്ഷിക്കപ്പെട്ട ദിവസം മുതൽ മരണം വരെ, അല്ല കർത്താവിന്റെ മടങ്ങിവരവ് വരെ, നാം കർത്താവിന് വേണ്ടി ചെയ്തിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ പ്രവൃത്തികളും കുഴിമാടത്തിനപ്പുറം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ അത് വെളിപ്പെടുവാൻ ഇടയായിത്തീരും. പ്രിയ പിതാവ് താൻ കഴിഞ്ഞ ദീർഘനാളുകൾ രക്ഷിക്കപ്പെട്ട ദിവസം മുതൽ കർത്താവിന് വേണ്ടി വളരെ അധ്വാനിപ്പാൻ ഇടയായി തീർന്നു. ഒരുപക്ഷെ സ്റ്റേജുകൾ മാറി മാറിയുള്ള ഒരു ജീവിതമല്ലായിരിക്കും, ഒരുപക്ഷെ പ്രത്യക്ഷമായി കാണുന്ന ഒത്തിരി പ്രവൃത്തികളില്ലായിരിക്കും. എന്നാൽ തന്റെ ജീവിതത്തിൽ താൻ കർത്താവിന് വേണ്ടി വളരെ അധ്വാനിച്ചു എന്നുള്ള സാക്ഷ്യം കേൾപ്പാനിടയായി. ഒരു വിഷയം ഇങ്ങനെ പറയട്ടെ, അത് ഈ കുഴിമാടത്തിനപ്പുറം പിന്തുടരുമെന്നുള്ളത്
ബൈബിൾ വെളിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഒടുവിൽ പൗലോസ് പറയുകയാ, ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്രതമെല്ലാം നിറഞ്ഞിരിക്കാൻ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുവേ. പ്രിയ പിതാവ് ഇപ്പോൾ നമ്മുടെ മുൻപിൽ ഒരു നിദ്രയുടെ അവസ്ഥയിൽ കഴിയുകയാണ്. എന്നാൽ പ്രിയ അപ്പച്ചന്റെ ചുണ്ടുകൾക്ക് ചലിപ്പിക്കുവാൻ ശബ്ദിക്കുവാൻ കഴിവുണ്ടെങ്കിൽ ആറ് മരുമക്കൾ കൊച്ചുമക്കൾ എല്ലാവരും അപ്പച്ചനോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ, അപ്പച്ചന്റെ ചുണ്ടുകൾ അടയുവാൻ പോകുന്നു, എന്താണ് ഞങ്ങളോട് ഒടുവിൽ പറയുവാനുള്ളത്? അപ്പച്ചന് ഒരു സംശയം കൂടാതെ ഇങ്ങനെ പറയും, എന്റെ മക്കളെ, എന്റെ കൊച്ചുമക്കളെ, നിങ്ങൾ കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരായി തീരണം. ഒടുവിലായി നമ്മോട് ദൈവത്തിന്റെ ആത്മാവിന് അതാണ് പറയുവാനുള്ളത്. ഈ മണ്ണിൽ ഒത്തിരി അധ്വാനിച്ചത് കൊണ്ടോ, ഒത്തിരി വാരി കൂട്ടിയത് കൊണ്ടോ, ഒത്തിരി ശേഖരിച്ചത് കൊണ്ടോ ഇതൊന്നും കുഴിമാടത്തിനപ്പുറം കൊണ്ടുപോകുകയില്ല. പ്രിയ മക്കൾ, പ്രിയ പിതാവിന് നല്ല ഡ്രസ്സ് നൽകിയിട്ടുണ്ട്, നല്ലൊരു പുതപ്പൊക്കെ നൽകിയിട്ടുണ്ട്. ഇതെല്ലാം ഈ മണ്ണ് കൊണ്ട് തീരും. അല്പനിമിഷങ്ങൾ കഴിയുമ്പോൾ ഇവിടെയുള്ള സെമിത്തേരിയില് പ്രിയ പിതാവിന്റെ ഭൗതിക ശരീരം ഏൽപ്പിക്കുമ്പോൾ ഇത് മുഴുവൻ മണ്ണ് കൊണ്ട് തീരുവാൻ ഇടയായി തീരും. കഴിഞ്ഞ നാളുകൾ സാമ്പത്തികമായിട്ട് അധ്വാനിച്ചിട്ടുള്ളതും താൻ ഭൗതികമായി നേടിയിട്ടുള്ളതെല്ലാം മണ്ണുകൊണ്ട് തീരുവാനിടയാകും. എന്നാൽ കർത്താവിന് വേണ്ടി താൻ ചെയ്തിട്ടുള്ളത് മുഴുവൻ കുഴിമാടത്തിനപ്പുറം നിത്യതയിൽ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ പിന്തുടരുവാനിടയാകും. അതൊരു നീതിമാന്റെ മരണത്തിൽ മാത്രമുള്ള പ്രത്യാശയാണ്. അതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നാം ഇന്ന് ജീവനോടിരിക്കുമ്പോൾ പ്രിയ പിതാവിന് മൗനമായി നാം യാത്ര പറയുമ്പോൾ നാം ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. എന്റെ കർത്താവെ, ഇന്നല്ലെങ്കിൽ നാളെ എന്റെ കണ്ണുകൾ തിരിഞ്ഞടക്കുന്ന ഒരു ദിവസമുണ്ട്. അല്ല, കർത്താവിന്റെ മടങ്ങി വരവ് സംഭവിക്കുന്ന ഒരു ദിവസമുണ്ട്. എന്റെ കുഴിമാടത്തിനപ്പുറം കർത്താവിന് വേണ്ടി നിലനിൽക്കുന്ന എന്തൊക്കെയുണ്ട്. ഈ ഭൂമിയിൽ അധ്വാനിച്ചത് ഒന്നും നമ്മെ പിന്തുടരുകയില്ല. എന്നാൽ കർത്താവിന് വേണ്ടി ഒരു ഗ്ലാസ് തണ്ണീർ നാം കുടിപ്പാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ദൈവമക്കളെ, അതെല്ലാം അവിടെ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ അത് പിന്തുടരുവാൻ ഇടയായി തീരും. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് അതിനു വേണ്ടി വരുന്ന പ്രിയ പിതാവിനെ നമുക്ക് യാത്ര അയക്കാം. നമ്മുടെ കണ്ണിലെ കണ്ണുനീര് കർത്താവ് തുടയ്ക്കുന്ന ഒരു ദിവസമുണ്ട്. നാം അത് തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. അവന്റെ ആണിപ്പാടേറ്റ ആ കരം കൊണ്ട് നമ്മുടെ കണ്ണിലെ കണ്ണുനീര് കർത്താവ് തുടയ്ക്കുന്ന ഒരു ദിവസമുണ്ട്. മക്കളോടും കൊച്ചുമക്കളോടും പ്രിയപ്പെട്ടവരോട് ഇങ്ങനെ പറയട്ടെ, ഹൃദയത്തിൽ താങ്ങാനാകാത്ത വേദന ഉണ്ടെങ്കിലും കർത്താവ് പറയുന്നത് ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിക്കും. നാം മുറവിളയിടേണ്ട ആവശ്യമില്ല, നാം ഒത്തിരി ശബ്ദങ്ങളൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പ്രിയ പിതാവ് പോകേണ്ട സ്ഥാനത്തോട്ട് മാത്രമാണ് പോയിട്ടുള്ളത്. പ്രിയ പിതാവിനെ നാം കാണുന്ന ഒരു ദിവസമുണ്ട്. അരിമനാഥനായ കർത്താവ് ആകാശമേഘങ്ങളെ വാഹനമാക്കി സ്വർഗത്തിൽ ഇറങ്ങി വരുമ്പോൾ ഭക്തനായ ഇയ്യോബ് കഷ്ടതയുടെ തീവ്രമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇയ്യോബ് പറയുന്ന ഒരു വാചകമുണ്ട്, അന്യനല്ല, എന്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണുന്ന ഒരു ദിവസമുണ്ട്. പ്രിയ ദൈവമക്കളെ, നമുക്ക് വേണ്ടിയാണ് ഈ പാടുകളേറ്റ നമ്മുടെ പ്രാണപ്രിയനെ നാം കാണുവാൻ പോകുന്ന ഒരു ദിവസമുണ്ട്. ഒരുപക്ഷെ പ്രിയ സുപ്രിയ മക്കൾ, കൊച്ചുമക്കളൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കും, എന്റെ കർത്താവിന്റെ വരവ് ഇന്ന് സംഭവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, അവിടെ ചെന്ന് ഞങ്ങളുടെ പിതാവിനെ ഒന്ന് കാണുമെന്നുള്ളത്. ഞാനും അത് ആഗ്രഹിക്കുന്നുണ്ട്, നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന വിഷയമാണ്. എന്നാൽ ഒരു വസ്തുത ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, നാം നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ എടുക്കപ്പെട്ട് കഴിയുമ്പോൾ ഇവിടെ നാം അത് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ നാം നമ്മുടെ പ്രാണപ്രിയനെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് വേണ്ടി ആണിപ്പാടുകളേറ്റ, നമുക്ക് വേണ്ടി പകർന്ന ആ ആണിപ്പാടുകളേറ്റ നമ്മുടെ കർത്താവിനെ നമ്മുടെ നേത്രങ്ങൾ കണ്ടു കഴിയുമ്പോൾ നാം നമ്മുടെ പിതാക്കന്മാരെ മറക്കും, നാം നമ്മുടെ അമ്മമാരെ മറക്കും, നാം നമ്മുടെ മക്കളെ മറക്കും, നാം നമ്മുടെ സ്നേഹിതരെയും പ്രിയപ്പെട്ടവരെ എല്ലാം നാം മറന്നുകൊണ്ട് എന്റെ കർത്താവേ, നീ എന്നെ ഇത്രമാത്രം സ്നേഹിച്ചല്ലോ എന്ന് പറഞ്ഞ് കർത്താവിന്റെ പാദത്തിൽ നാം ഒരുമിച്ച് സാഷ്ടാംഗം വീണുകൊണ്ട് നമ്മുടെ കർത്താവിനെ ആരാധിക്കുന്ന വലിയൊരു പ്രത്യാശ രക്ഷിക്കപ്പെട്ട ദൈവമക്കളായ നമ്മുടെ മുൻപിലുണ്ട്. അത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ പ്രത്യാശയില്ലാത്ത ആരെങ്കിലും പ്രിയ പിതാവിന്റെ ഭൗതിക ശരീരം കാണുവാൻ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ വാചകത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, മരണത്തിനപ്പുറം ഒരു പ്രത്യാശ ഉണ്ടായിരിക്കണം. എന്താണ് പ്രത്യാശ എന്ന് പറയുന്നത്? ഇന്ന് ഞാൻ മരിച്ചാൽ, നാളെ ഞാൻ മരിച്ചാൽ ഞാൻ എവിടോട്ടാണ് പോകുന്നത്? ഒരു മനുഷ്യന്റെ മുൻപിൽ രണ്ട് വഴികൾ മാത്രമേ ഉള്ളൂ. ഒന്നിനും സ്വർഗം, ഇല്ലെങ്കിൽ നരകം. സ്വർഗത്തിലേക്ക് പോകുവാൻ ഒരേ ഒരു വഴി, അത് കർത്താവായ യേശുക്രിസ്തു മാത്രം. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് സകല മാനവ സമൂഹത്തിന്റെയും പാപം ചുമന്നുകൊണ്ട് കൽവറിയിലെ ക്രൂശിൽ എനിക്കും നിങ്ങൾക്കും പകരമായി ഒരു പ്രായശ്ചിത്ത മരണം അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗത്തിൽ ദൈവത്തിനും മനുഷ്യനുമിടയിൽ ഒരേ ഒരു മധ്യസ്ഥൻ, അത് കർത്താവായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് ഒരു വ്യക്തി തകർന്ന ഹൃദയത്തോടെ കടന്നു വന്ന്, എന്റെ കർത്താവേ, ഞാനൊരു പാപിയാണ്, എന്റെ പാപം എന്നോട് ക്ഷമിക്കണം, ഞാൻ അങ്ങയെ എന്റെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ
വന്ന് ആത്മാർത്ഥതയോടെ വിശ്വാസത്തോടുകൂടെ കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ അവരുടെ ഹൃദയത്തിൽ യേശു ക്രിസ്തു കടന്നു വരും. ഭക്തനായ ദാവീദ് പറഞ്ഞു, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ എന്നാണ്. അങ്ങനെ ഒരു ഭാഗ്യകരമായ പദവിയിലേക്ക് കടന്നു വരുവാൻ ഈ ശുശ്രൂഷ മുഖാന്തരമായി തീരട്ടെ. അല്ല, ഇത് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ പാട്ടുപാടുന്നുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ട്, ഞങ്ങൾ കൊടുക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, എല്ലാം നല്ല കാര്യം. രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, വീണ്ടും ജനിച്ചിട്ടില്ല എങ്കിൽ പോകുന്ന നിത്യമായ നരകത്തിലേക്കാണ്. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത ഒരു ഭയാനകമായ ദിവസം മനുഷ്യന്റെ മുൻപിലുണ്ട്. അതുകൊണ്ട് ഇത് പകരക്കാലം ആ ഒരു വസ്തുത പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. പ്രിയ പിതാവ്, ആരും നരകത്തിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് പകരക്കാലം ഹൃദയത്തിൽ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച് പാപമോചനം പ്രാപിച്ച് ഒരു നല്ല ജീവിതം നയിപ്പാൻ ഞങ്ങളുടെ എല്ലാ കേൾവിക്കാരെയും സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. വേദനയുടെ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. ഭക്തനായ ദാനിയേലിനോട് കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാ, നീയോ പോയി വിശ്രമിച്ചു കൊള്ളുക. അല്ലയോ ദാനിയേലേ, നീയോ പോയി വിശ്രമിച്ചു കൊള്ളുക. നമുക്കത് മാത്രമേ പറയുവാനുള്ളൂ. കഴിഞ്ഞ ദിവസം ഏകദേശം 10:30 ഒരു വേദനയും അറിയാതെ കണ്ണുവയ്ക്കുന്നിടയിൽ സ്വന്തം മകന്റെ സമീപത്ത് നിന്നുകൊണ്ട് ഇപ്പങ്ങളുടെ പ്രദേശയിലേക്ക് അങ്ങേ കരയിലേക്ക് പ്രിയപ്പച്ചൻ യാത്രയായി എങ്കിൽ നമുക്ക് പറയുവാനുള്ളത്, പ്രിയ പിതാവേ, പോയി വിശ്രമിച്ചു കൊള്ളുക. കാലാവസാനത്തിങ്കിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരുമ്പോൾ ഞാനും അവിടെ കാണും. രക്ഷിക്കപ്പെട്ടിട്ടുള്ള സകല ദൈവമക്കളും അവിടെ കാണും. ആ പ്രത്യാശയുള്ള ദൈവമക്കളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമെന്നുള്ള ആ വലിയ പ്രത്യാശയോട് നമ്മുടെ പിതാവിനെ ഈ മണ്ണിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ആ സെമിത്തേരിയിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിന്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന്റെ മഹത്വം. ഇത്രയും വളരെ ഉന്നതമായ പ്രത്യാശ ലഭിക്കുവാൻ ഏഴകളായ നമുക്ക് ദൈവം ഭാഗ്യം നൽകണം. ആ ദൈവത്തിന്റെ കരുതലിനെ ഓർത്തും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് ആ ദൈവത്തെ കാണിച്ചു കൊടുക്കുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തൽ. പ്രത്യേകിച്ചും തങ്കമ്മ സഹോദരിക്കും സുരേഷ് ബ്രദറിനും പെൺമക്കൾക്കും അവരുടെ കൊച്ചുമക്കൾക്കും മരുമക്കൾക്കുമൊക്കെ ഈ ആശ്വാസം, ദൈവിക ആശ്വാസം അനുഭവിച്ച് മുൻപോട്ട് പോകുവാൻ ധാരാളമായിട്ട് സഹായിക്കട്ടെ. പ്രിയ സുരേഷ് സഹോദരൻ ഇപ്പോൾ മുൻപോട്ട് കടന്നു വന്ന് നന്ദി ചില വാചകങ്ങൾ താൻ പറയുന്നതാണ്. അതിനുശേഷം പ്രാർത്ഥിച്ച് താൻ ഈ ഇവിടെയുള്ള ശുശ്രൂഷ, ഈ സഭാഹോളിലുള്ള ശുശ്രൂഷ അവസാനിപ്പിക്കുകയാണ്. അവസാനത്തെ പ്രാർത്ഥന ചെയ്യുന്നത് അശോകൻ തിരുനാൾ എന്ന് പറയുന്ന സഹോദരനാണ്. തിരുനാളിൽ കർത്താവിൻ്റെ പ്രവർത്തനം ചെയ്യുന്ന, കർത്താവിൻ്റെ വേല ചെയ്യുന്ന അശോകൻ സഹോദരനാണ്. ആ സഹോദരനെയും മുൻപിലേക്ക് ക്ഷണിക്കുകയാണ്. ഇപ്പോൾ പ്രിയ സുനേഷ് സഹോദരൻ, പ്രിയ മകൻ, പ്രിയ പിതാവിൻ്റെ മകൻ മുൻപോട്ട് കടന്നു വന്ന നന്ദിയുടെ ചില വാചകങ്ങൾ പറയാം. മഹത്വമുണ്ടാവട്ടെ. സ്നേഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേറെ വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹമാണ്. അമ്മയും എൻ്റെ സഹോദരിമാരും അവരുടെ മക്കളൊക്കെ ഇങ്ങനെയല്ലായിരുന്നു ഈ ലോകത്തിൽ വന്നിരുന്നത്. ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ഞങ്ങളെല്ലാവരും ചേർന്നാണ് ഈ സഭ ഞങ്ങളുള്ളപ്പോഴും യോഗത്തിന് വരാറുള്ളത്. എന്നാൽ ഇന്നത്തെ ഈ സഭാഹോളിൽ ഇങ്ങനെയായിരിക്കാനാണ് ദൈവം ഹിതമായിരുന്നത്. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. രാവിലെ ഓർക്കുമ്പോൾ ഞാനിപ്പോൾ ലീവിന് വന്നിട്ട് 1 മാസമായപ്പോൾ ഞങ്ങൾ തമ്മിൽ പല കാര്യങ്ങളും, ഞാൻ വരുമ്പോഴാണ് ചില വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ ഞങ്ങൾ പല കാര്യങ്ങളും ഒരുമിച്ച് ചർച്ച ചെയ്താണ് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാറുള്ളത്. വളരെ സന്തോഷമുണ്ടായ ഒരു അനുഭവം എന്നുള്ളത് കഴിഞ്ഞാൽ തിങ്കളാഴ്ച രാവിലെ എൻ്റെ പിതാവ് പറഞ്ഞു, നമുക്ക് സഭയിൽ സുവിശേഷ പ്രവർത്തനമുണ്ട്, നമുക്ക് പോകാം. ഒരു കാര്യം ചെയ്യും, നീ ഭവന സന്ദർശനത്തിന് പോകും, ഞാൻ പരസ്യയോഗത്തിന് പോകാം. അല്ല, ഞാൻ ഈ പരസ്യയോഗത്തിന് പോയാൽ ഞാൻ ഭവന സന്ദർശനത്തിന് പോകാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാൻ അച്ചായി, ഞാൻ എൻ്റെ പിതാവിനെ അച്ചാച്ചി എന്നാണ് വിളിക്കുന്നത്. അച്ചാച്ചി, ഒരു കാര്യം ചെയ്യാൻ അച്ചായി, പരസ്യയോഗങ്ങളൊക്കെ കടന്നു പോകും, ഞാൻ ഭവന സന്ദർശനത്തിന് പോകും. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചാണ് വീട്ടിൽ നിന്ന് കടന്നു വന്നത്. ഒരുമിച്ച് ശുശ്രൂഷകൾ ചെയ്തു. വൈകുന്നേരം വരെ പയ്യന്നീട്ടിൻ്റെ സഹോദരന്മാരോടൊരു ഒരുമിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രധാനത്തെ ശുശ്രൂഷകൾ ചെയ്തു. താനാണ് ആ ശുശ്രൂഷ പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചത്. എൻ്റെ ജീവിതത്തിൽ വളരെ സന്തോഷം ഒരു അനുഭവമായിരുന്നു എൻ്റെ പിതാവിനോടുള്ള ബന്ധത്തിൽ. ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലാ കാര്യങ്ങളും പലപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്രകാരമാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരുമിച്ച് ഞങ്ങൾ രാവിലെ
പിതാവാണ് വാഹനം ഡ്രൈവ് ചെയ്ത് ഞങ്ങൾ സർവീസ് സ്റ്റേഷനിൽ വണ്ടി കൊടുക്കുവാനായിട്ട് പോയി. വളരെ എനിക്ക് ആദ്യം സന്തോഷകരമായ കാര്യം, അതോടൊപ്പം ദുഃഖകരമായ ഒരു കാര്യം എന്നുള്ളത് ഞാനും പിതാവും ഒരുമിച്ച് ഞങ്ങൾ വളരെ കാര്യങ്ങൾ ചർച്ചയൊക്കെ ചെയ്ത് ഒരുമിച്ച് യാത്രയാവുകയാണ്. ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്യുന്നു. പലപ്പോഴും ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ കൂടെ പോവുകയാണെങ്കിൽ ഞാൻ അവരുടെ കൈ പിടിക്കാറുണ്ട് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ. എന്നാൽ എൻ്റെ പിതാവ് എൻ്റെ പുറകിൽ വന്നു ഞാൻ കൈയൊന്നും പിടിച്ചില്ല. ഞാൻ അല്പം മുൻപിലായിട്ട് പോവുകയായിരുന്നു. പെട്ടെന്ന് ആകസ്മികമായി തൻ്റെ കാല് കുഴിക്കാത്ത വീഴുകയും താൻ റോഡിലേക്ക് വീഴുകയും എന്താണ് സംഭവിച്ചത് എന്ന് അറിയുന്നതിന് മുൻപ് ഒരു വാഹനം വന്നിരിക്കുകയും ഞാൻ അപ്പോൾ തന്നെ അടുത്തേക്ക് കൂടി ചെല്ലുകയും അദ്ദേഹം എന്നെ നോക്കുകയും ഞാനത് ചേർന്നു എന്നുള്ളതായ അദ്ദേഹത്തിൻ്റെ നോട്ടവും രക്തം ഒഴുകുകയാണ്. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കരയുന്നുണ്ട്. ആളുകളൊക്കെ കൂടി അവസ്ഥിക്കുന്നു. കാര്യങ്ങളൊക്കെ ഈ പ്രകാരമായി തീർന്നു. എന്നാൽ ആകസ്മികമായി ഇത് സംഭവിച്ചപ്പോൾ എൻ്റെ മനസ്സിന് വളരെ ദുഃഖമാണ് ഉണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് ഈ പ്രകാരം സംഭവിച്ചത് എന്ന് എന്നെ വളരെ മാനസികമായി എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. എങ്കിലും ഞാൻ കർത്താവ് ശരണപ്പെടുകയാണ്. കർത്താവിന് സാധ്യമായിട്ടൊന്നുമില്ല. ദൈവഹിതം ഇപ്രകാരമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ അപ്പോഴും പ്രാർത്ഥിക്കും. എൻ്റെ പിതാവ് ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ പലപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് ഞാനും എൻ്റെ ഭാര്യയും പ്രായമായി ഞങ്ങളുടെ മക്കൾക്ക് ഒരു ഭാരമാകരുത്. എൻ്റെ പിതാവ് പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ പ്രകാരം ദൈവസന്നിധിയിൽ ചേരുവാനായിട്ട് ദൈവഹിതം പ്രകാരമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വളരെ പ്രത്യാശയും സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒരു ജീവിതം തനിക്ക് ദൈവം നൽകി. പ്രത്യാശയുടെ സന്തോഷത്തിൽ ജീവിക്കുവാൻ തനിക്ക് ദൈവം ഇടയാക്കി. ഈ സ്ഥലം സമയമുള്ള ബന്ധത്തിൽ എനിക്ക് തോന്നുന്നു എൻ്റെ ഭവനത്തേക്കാൾ അധികം ഇഷ്ടം അദ്ദേഹത്തിന് ഈ സഭാഹോളായിരുന്നു. അത് ഇവിടെയുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങൾ. അദ്ദേഹത്തിന് എൻ്റെ ഭവനത്തേക്കാൾ ഇഷ്ടം ഈ സഭാഹോളായിരുന്നു. കാരണം അത്രമാത്രം കർത്താവിനെ സ്നേഹിക്കുകയും ദൈവിക ശുശ്രൂഷയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു എൻ്റെ പിതാവ്. ഞങ്ങളെ മക്കളെയൊക്കെ ദൈവവഴി വളർത്തുവാൻ വളരെ ഭൗമികമായ ബുദ്ധിമുട്ടുകളൊക്കെ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അവക്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം രചിച്ചിട്ടുപോയി. ദൈവം മുൻപാകെ എന്നിങ്ങനെയും നിലയിൽ എൻ്റെ പിതാവ് ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു. ഞങ്ങൾക്ക് വളരെ ദുഃഖമുണ്ട്. എങ്കിലും വളരെ പ്രത്യാശയും പ്രതീക്ഷയും ഞങ്ങൾക്കുണ്ട്. എൻ്റെ പിതാവിൻ്റെ മുഖം ആക്സിഡന്റിനാൽ അല്പം വികൃതമായിട്ടുണ്ട്. എന്നാൽ എൻ്റെ കർത്താവ് വരുമ്പോൾ എൻ്റെ പിതാവ് ഉയർത്തരുത് ശോഭയുള്ള മുഖത്തോടും ദൈവസന്നിധിയിൽ ഒരുമിച്ച് കാണുന്നുള്ള വലിയ പ്രത്യാശ ഞങ്ങളുടെ കുടുംബത്തിൽ ഇവിടെ സന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമുക്ക് നന്ദി അറിയിക്കുന്നു. അനേക സഹോദരി സഹോദരന്മാർ എൻ്റെ പിതാവിൻ്റെ ദൈവീയത്തോടുള്ള ബന്ധത്തിൽ ഇവിടെ കടന്നു വന്നു. കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്ന അനേക സഹോദരി സഹോദരന്മാർ, കർത്തൃ ശുശ്രൂഷക്കാരൻ, ദൈവവചന ശുശ്രൂഷിച്ച ദൈവദാസന്മാർ, എല്ലാവർക്കും ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. അത് എൻ്റെ പിതാവ് ആക്സിഡൻ്റ് ആയപ്പോൾ എൻ്റെ സഹോദരന്മാരായ ആളുകൾ പല സ്ഥലസഭകളിൽ നിന്നുള്ള പേരെടുത്ത് പറയാമെന്ന് ഒരുപാട് പേരുടെ പേര് പറയുവാനായിട്ടുണ്ട്. സ്പർജൻ സഹോദരൻ, ജിൻസൺ സഹോദരൻ, കൊട്ടുകരയിൽ നിന്നും മറ്റനേക സ്ഥലസഭകളിൽ നിന്ന് അനേക സഹോദരന്മാർ കൂടി വന്ന് എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുവാൻ അവരെന്നെ ഒരു സഹോദരനെ പോലെ സ്നേഹിച്ച്, എൻ്റെ പിതാവിനെ ഒരു പിതാവിനെ പോലെ സ്നേഹിച്ച് അവരെല്ലാം കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെയുള്ള എൻ്റെ ഈ സ്ഥലസഭയിലെ പ്രിയ സഹോദരി സഹോദരന്മാർ അവരെല്ലാം വളരെ സന്തോഷത്തോടും ആത്മാർത്ഥതയോടും എല്ലാ ശുശ്രൂഷകൾ ചെയ്യുവാനും മുൻപിൽ നിൽക്കുകയും ആ നിലയിൽ എന്നോട് കാണിച്ച സ്നേഹത്തിനും എൻ്റെ കുടുംബത്തോട് കാണിച്ച എല്ലാ ആത്മാർത്ഥതയ്ക്കും സ്ഥലസഭയിലുള്ള എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഞാൻ കർത്താവിൻ്റെ നാമത്തിലുള്ള നന്ദി. അതുപോലെ എൻ്റെ ഈ ദേശത്തുള്ള മറുപടി ദേശത്തുള്ള എൻ്റെ ദേശനിവാസികളായ ആളുകൾ
ഞങ്ങളുടെ സ്ഥലത്തെ പൗരപ്രമുഖരായ ആളുകളൊക്കെയും കടന്നു വരുവാനായിട്ട് ഇടയായി. അതുപോലെ ഞങ്ങളുടെ അയൽപക്കക്കാർ വളരെ സന്തോഷത്തോടെ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത ഞങ്ങളുടെ അയൽപക്കത്തുള്ള ആളുകൾക്കൊക്കെയും ഞാൻ കർത്താവിൻ്റെ നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ പാടുവാൻ വന്ന, ഈ ലൈവ് സ്ട്രീമിങ്ങിന് വന്ന സഹോദരന്മാർ എല്ലാവർക്കും ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നന്ദി പറയുകയാണ്. കർത്താവ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രതിഫലം നൽകുമാറാകട്ടെ. ഞങ്ങളുടെ ഭവനത്തെ നിങ്ങൾ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കണം. ഞങ്ങൾ വളരെ ദുഃഖത്തിലാണ്, എങ്കിലും കർത്താവിനുള്ള സന്തോഷം എൻ്റെ മാതാവിനെയോ സഹോദരങ്ങളെയോ എല്ലാവരെയും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. എല്ലാം കർത്താവിൻ്റെ ഉപയോഗം. സെമിത്തേരിയിലാണ് ഈ പ്രിയ ഭൗതിക ശരീരം സംസ്കരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവിടെ വളരെ ചുരുക്കം സമയം മാത്രമേ ശുശ്രൂഷകൾ ഉണ്ടാവുകയുള്ളൂ. താളിക്കോട് കർത്താവിനെ വരെ ചെയ്യുന്ന പ്രിയ മോൺസൺ ബ്രദറാണ് അവിടെ സംസാരിക്കുക. അധികം ശുശ്രൂഷകൾ അവിടെയില്ല. അതിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. പോകുവാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും വരണം എന്നുള്ളതാണ് കുടുംബത്തിൻ്റെയും താല്പര്യം. അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ, പുറത്ത് വാഹനങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. ആ വാഹനങ്ങൾ പരമാവധി ഉപയോഗിക്കണമെന്നുള്ള ആവശ്യവും ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ നമ്മുടെ പ്രിയ സഹോദരൻ അശോക് തിരുനാട് സഹോദരൻ കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ ഹോളിലുള്ള ശുശ്രൂഷ ഇവിടെ അവസാനിക്കുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്നു. അങ്ങ് ഞങ്ങളെ കരുതുന്നു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടതെല്ലാം അതത് സമയത്ത് നൽകുന്നു. പാപികളും ദോഷികളും നിത്യമായ നരകത്തിന് ഓഹരിക്കാരുമായിരുന്ന ഞങ്ങളെ സ്നേഹിച്ച സ്വപുത്രനെ ഞങ്ങൾക്ക് വേണ്ടി ലോകത്തിലേക്ക് അയച്ചതുകൊണ്ട് തിരുനാമത്തിന് സ്തോത്രം. കർത്താവെ, മരണം മാത്രം പ്രതീക്ഷിച്ച് ജീവിച്ച മനുഷ്യവർഗത്തിന് മരണാനന്തരം ദൈവത്തോടുകൂടെ വസിക്കുവാനുള്ള നിത്യപ്രത്യാശയുടെ വാതിൽ തുറന്നുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി ക്രൂശിൽ മരിക്കുകയും അടക്കപ്പെടുകയും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നിത്യമായ നാശത്തിൽ നിന്ന് നിത്യസ്വർഗത്തിലേക്ക് എല്ലാവർക്കും വാതിൽ തുറന്നുകൊണ്ട് അങ്ങ് ഉയർത്തെഴുന്നേറ്റെന്നും ജീവിക്കുന്നതിനായി തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രിയ പിതാവിനെ ഇന്നലെ അങ്ങയുടെ അടുക്കിലേക്ക് ചേർക്കുവാൻ അവിടത്തേക്ക് പ്രസാദം തോന്നി. തിരുനാമത്തിന് സ്തോത്രം. ഇരുളടഞ്ഞ ജീവിതത്തിൽ നിന്ന് പ്രകാശമാനമായ അനുഭവത്തിലേക്ക്, വെളിച്ചത്തിൻ്റെ പിതാവിലേക്ക് വന്ന് ജീവിതം മാറിമറിഞ്ഞ്
അനുഗ്രഹത്തിന്റെ അനുഭവത്തിലേക്ക് അവിടുന്ന് പ്രിയപ്പെട്ടവരെ കൊണ്ടുവന്നതിനായി സ്തോത്രം. അങ്ങയെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അങ്ങയുടെ മകനായി തീരുവാൻ കൃപ കൊടുത്തത് കൊണ്ട് സ്തോത്രം. കുടുംബമായി അങ്ങിൽ ആനന്ദിക്കുവാൻ കൃപ കൊടുത്തത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ കണ്ട് സന്തോഷിച്ച് ജീവിക്കുവാൻ അവസരം കൊടുത്തത് കൊണ്ട് സ്തോത്രം. ഞങ്ങൾ കേട്ടതുപോലെ തന്റെ പ്രാർത്ഥനയുടെ ഉത്തരവെന്ന നിലയിൽ തക്ക സമയത്ത് ആർക്കും ഒരു പ്രയാസവും ഉണ്ടാകാതെ അങ്ങയുടെ സന്നിധിയിലേക്ക് പ്രിയപ്പെട്ടവനെ ചേർത്തത് കൊണ്ട് തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവൻ ഇപ്പോൾ അവിടെ ആശ്വസിക്കുന്നു. ഒരിക്കൽ സ്വീകരിച്ച കർത്താവിനെ, ഒരിക്കൽ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ കർത്താവിനെ മുഖാമുഖം കണ്ട് സന്തോഷിക്കുന്ന, ആനന്ദിക്കുന്ന, നിത്യാനന്ദത്തിന്റെ അനുഭവത്തിൽ പ്രിയപ്പെട്ടവൻ വിശ്രമിക്കുന്നതിനായി തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പ്രിയമാതാവിനെ, മക്കളെ, കൊച്ചുമക്കളെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആശ്വാസം കൊടുക്കണം, ധൈര്യപ്പെടുത്തണം, കൃപ കൊടുക്കണം, എല്ലാ നന്മകളാലും നിറയ്ക്കണം. ഇവിടെയുള്ള സ്ഥലം സഭയെയും അവിടുന്ന് സഹായിക്കണം. തുടർന്നുള്ള ശുശ്രൂഷകളെയും ആദരിക്കണം. പ്രിയ പിതാവേ, ഞങ്ങൾ ഒരു ദിവസം അങ്ങയെ കാണുന്ന നിമിഷമുള്ളതുകൊണ്ട് കർത്താവെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പിതാവിനോട് ഒരുമിച്ച് തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടെ ഞങ്ങളെല്ലാവരും രൂപാന്തരപ്പെട്ട് ഒരുമിച്ച് വാനമേഘത്തിൽ അങ്ങയെ കാണുന്ന ആ നിമിഷത്തിൽ പ്രിയമകൻ പറഞ്ഞതുപോലെ കർത്താവെ, പരിക്കുകളുള്ള ശരീരമല്ല, പരിക്കുകളുള്ള മുഖമല്ല, മറിച്ച് ഞങ്ങളുടെ കർത്താവിനോട് സദൃശന്മാരായി തീർന്ന് മനോഹരമായ മുഖങ്ങളോടെ, തേജസ്സുള്ള മുഖങ്ങളോടെ ഞങ്ങൾ ഒരുമിച്ച് കാണുന്ന ആ സുദിനത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയെ മഹത്വപ്പെടുത്തും. ഈ ഭൂമിയിൽ ഒരുമിച്ച് മഹത്വപ്പെടുത്തുന്ന നിമിഷങ്ങൾ ഈ അർത്ഥത്തിൽ അവസാനിക്കുന്നുവെങ്കിലും നിത്യത മുഴുവൻ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയെ ആരാധിക്കുന്ന മഹനീയമായ നിമിഷമുള്ളത് കൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ആ പ്രത്യാശയെ സ്വീകരിച്ചുകൊണ്ട്, ആ പ്രത്യാശയിൽ ധൈര്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് മുന്നേറുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ ഉയർത്തെഴുന്നേറ്റ കർത്താവ് നിമിത്തമാണ് ഞങ്ങൾക്ക് ഈ പ്രത്യാശ. അതോർത്ത് ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. എല്ലാ കാര്യങ്ങളും പൊന്നുപാദങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും ഈ പ്രിയ ഭവനത്തോടും ദുഃഖത്തിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഈ സ്ഥലം സഭയോടും കൂടെ മറ്റെല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രിയ പിതാവേ, പോയിക്കൊള്ളുക. കർത്താവിന്റെ നാളിൽ നമുക്ക് ഒരുമിച്ച് കാണാം. മരണമേ വിഷമെങ്ങു നിന്റെ വിജയഭൂമെവിടെ? എന്നീശു മരണത്തെ ജയിച്ചു തനിക്കു സ്തുതി ഹല്ലേലൂയ. എന്നീശു മരണത്തെ ജയിച്ചു തനിക്കു സ്തുതി ഹല്ലേലൂയ. തൻ ക്രൂശിൽ ഞാനും മരിച്ചു, നിത്യമാ ജീവൻ കൈവരിച്ചു. തൻ ക്രൂശിൽ ഞാനും മരിച്ചു, നിത്യമാ ജീവൻ കൈവരിച്ചു. തന്നിൽ ഞാൻ സർവവും ലയിച്ചു, തന്നിൽ ഞാൻ സർവവും ലയിച്ചു. ഹല്ലേലൂയ. മരണമേ വിഷമെങ്ങു നിന്റെ വിജയഭൂമെവിടെ?
വൃഥാവിൽ അല്ല ഞാൻ ചെയ്യും പ്രയത്നം, ഒടുവിൽ ഞാൻ കൊയ്യും. വൃഥാവിൽ അല്ല ഞാൻ ചെയ്യും പ്രയത്നം, ഒടുവിൽ ഞാൻ കൊയ്യും. തടയുവാൻ ഇല്ലൊരു കൈയും, തടയുവാൻ ഇല്ലൊരു കൈയും. ഹല്ലേലൂയ. മരണമേ വിഷമെങ്ങു നിന്റെ വിജയവുമെവിടെ? എൻ ദേഹം മൺമയമെന്നാലിനിയും താൻ വരുമന്നാൾ. എൻ ദേഹം മൺമയമെന്നാലിനിയും താൻ വരുമന്നാൾ. വിളങ്ങും തേജസ്സിൽ നന്നായി, വിളങ്ങും തേജസ്സിൽ നന്നായി. ഹല്ലേലൂയ. മരണമേ വിഷമെങ്ങു നിന്റെ വിജയഭൂമെവിടെ? എന്നീശു മരണത്തെ ജയിച്ചു, തനിക്കു സ്തുതി. ഹല്ലേലൂയ. എന്നീശു മരണത്തെ ജയിച്ചു, തനിക്കു സ്തുതി. ഹല്ലേലൂയ. സദാമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നേടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ദൈവനാമത്തിന് മഹത്വം. പ്രിയ പിതാവിൻ്റെ ശുശ്രൂഷയുടെ അവസാന ഭാഗങ്ങൾ അതിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. ഇവിടെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരും വളരെ ശാന്തമായിട്ട് നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നൊരു ആശ്വാസ സന്ദേശം കൂടെ പ്രിയ മോശം ബ്രദർ പറയുന്നതാണ്. നിലവിലെ പ്രിയ സഹോദരൻ അതിനായിട്ട് ശുശ്രൂഷയ്ക്കായിട്ട് ക്രിസ്തുല്യനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ ജോസഫ് അച്ചായൻ്റെ മൃതദേഹത്തിനരികെ നിൽക്കുമ്പോൾ ചില വർഷങ്ങൾക്ക് മുന്നേ സ്നേഹവും സൗമ്യതയും സമാസമം ചേർത്ത് ഒരു ഫോൺ കോൾ എനിക്ക് വന്നത് ഞാൻ ഓർക്കുകയാണ്. അന്ന് ആരോഗ്യ സഭയിലെ ബൈബിൾ ക്ലാസ് എടുക്കുവാനാണ് ഞാൻ വിളിച്ചത്. ദീർഘനാളുകൾ അങ്ങനെ ആരോഗ്യ സഭയിൽ ബൈബിൾ ക്ലാസ് എടുക്കുവാൻ എനിക്കിടയായിത്തീർന്നു. അന്ന് പ്രിയ പിതാവിൻ്റെയും കുടുംബത്തിൻ്റെയും സ്നേഹം അനുഭവിച്ചറിയുവാൻ ഇടയായിത്തീർന്ന ദിവസങ്ങളായിരുന്നു. അതുപോലെ ജെയിംസൺ തോമസ് ബ്രദറുമായിട്ടും കൃത്യമായ ആത്മീക ബന്ധം എനിക്കുണ്ട്. ആ നിലയിലെ കുടുംബത്തോട് പ്രിയപ്പെട്ടവരോടുള്ള ദുഃഖം ഞാൻ അറിയിക്കുന്നു. നമുക്കിനി വളരെ സമയമില്ല, അതുകൊണ്ട് 1-2 വാക്യങ്ങൾ മാത്രം വായിച്ച് 5 മിനിറ്റിനുള്ളിൽ എൻ്റെ വചന ശുശ്രൂഷ അവസാനിപ്പിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 27-ന്റെ 22-ാമത്തെ വാക്യത്തിൽ, എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കയറിയ ഒരു കപ്പലിൽ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ആ അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഒരു ഈശാനമൂലൻ കൊടുങ്കാറ്റടിച്ചു, കപ്പൽ കാറ്റിന്റെ നേരെ നിൽപ്പാൻ കഴിയാതെ വണ്ണം കുടുങ്ങുകയാൽ
ഞങ്ങൾ കൈവിട്ടു, അങ്ങനെ പാറിപ്പോയി. ഒരു കൊടുങ്കാറ്റടിച്ച കപ്പലിൽ, കാറ്റ് വളരെ പ്രതികൂലമായി വീശിയ ഒരു കപ്പലിൽ നിന്നുകൊണ്ട് അപ്പോസ്തലൻ പറയുകയാണ്, എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിക്കാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. പ്രിയ അമ്മച്ചിക്കും അച്ചായനും കൂടെ ദൈവം കൊടുത്ത മക്കൾ, അവരുടെ ഭർത്താക്കന്മാർ, ഭാര്യമാർ, കൊച്ചുമക്കൾ, കുടുംബാംഗങ്ങൾ, പ്രിയപ്പെട്ടവർ, ഒരു കൊടുങ്കാറ്റടിച്ചു, പ്രതികൂലമായൊരു കാറ്റടിച്ചു. ആ കപ്പലിൽ തകർന്നു പോകാതെ ധൈര്യത്തോടെ നിൽപ്പാൻ നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹീതമായ പ്രത്യാശ കൊണ്ട് മാത്രമേ സാധിക്കൂ. ആ പ്രത്യാശയുടെ മാർഗമാണ് പ്രിയ പിതാവ് കാണിച്ചു തന്നു പോയിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് ആ ഓളങ്ങൾ അടിച്ച കപ്പലിൽ നിന്നുകൊണ്ട് ദൈവത്തെ നോക്കി ധൈര്യപ്പെടുവാൻ ജനത്തെ ആഹ്വാനം ചെയ്തു. ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അലക്സാണ്ടറുടെ പിതാവ് ഫിലിപ്പും പിന്നീട് അലക്സാണ്ടറും സ്വർണം കൊണ്ട് തീർത്ത സിംഹാസനത്തിൽ, വലിയ സാമ്രാജ്യം തീർത്ത സിംഹാസനത്തിന്റെ ആ പ്രതാപത്തിന്റെ അവശേഷിപ്പുകളിൽ കഴിഞ്ഞിരുന്ന ആളുകളാണ്. മാത്രമല്ല പിന്നീട് ജൂലിയസ് സീസർ വന്നു, അദ്ദേഹത്തെ ബ്രൂക്കസും കാഷ്യസും കൂടെ വധിച്ചു. ആന്റണി വന്നു, ആക്ടിയം യുദ്ധം നടന്നു. ആന്റണി പിന്നീട് ആത്മഹത്യ ചെയ്തു. പിന്നീട് ഔഗസ്തോസ് കൈസർ വന്നു. കർത്താവിൻ്റെ കാലത്ത് ഔഗസ്തോസ് കൈസർ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്, ആ രാജാവ് ഭരിക്കുകയായിരുന്നു. ലോകത്തിലെ മഹാന്മാരും സിംഹാസനങ്ങളിൽ ഇരുന്നവരും എല്ലാവരും ആളും മരങ്ങുമൊഴിഞ്ഞു പോയി. സുവിശേഷം മാത്രം നിലനിൽക്കുന്നു. ദൈവത്തിന്റെ ജനത്തിന്റെ പ്രത്യാശ മാത്രം നിലനിൽക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയരോട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ആ പ്രതാപ ഐശ്വര്യങ്ങളുടെ തിളക്കത്തിലിരുന്ന എല്ലാ രാജാക്കന്മാരും, അലക്സാണ്ടർ ഉൾപ്പെടെ സകലരും ആളും ആരവും ഒഴിഞ്ഞ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്ന ചെറിയ സഭയോട് അപ്പോസ്തലൻ പറയുകയാണ്, നമ്മുടെ പൗരത്വം ഇവിടെയല്ല. അതാണ് നമ്മുടെ അനുഗ്രഹീതമായ ധൈര്യം എന്ന് പറയുന്നത്. ആ അനുഗ്രഹീതമായ ദേശത്ത് പ്രിയാച്ചായന് കഴിഞ്ഞ ദിവസം പൗരത്വം കിട്ടി. നമ്മൾ ഇന്ന് പത്രത്തിൽ വായിച്ചു, അമേരിക്കയിലെ ഒരു ഗോൾഡൻ വിസ 43 കോടി രൂപ കൊടുത്താൽ അവിടുത്തെ പൗരത്വം കിട്ടും എന്ന് പറയും. എന്നാൽ അതിനെയൊക്കെ വെല്ലുന്ന നിത്യമായതും നിലനിൽക്കുന്നതുമായ അനുഗ്രഹീതമായ പൗരത്വം, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. അതിനെ തുടർന്ന് നാം വായിക്കുന്നു, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അനുഗ്രഹീതമായ പ്രത്യാശ, ജീവനുള്ള പ്രത്യാശ ദൈവം നമുക്ക് നൽകി. ഒരു കുട്ടി അപ്പനോട് ചോദിച്ചു, അപ്പ പ്രഭാത സൂര്യനാണോ അസ്തമയ സൂര്യനാണോ കൂടുതൽ ഭംഗി? അപ്പോൾ അപ്പൻ പറഞ്ഞു, രണ്ടും ഒരു സൂര്യനാണ് മോനെ, രണ്ടും ഒരു സൂര്യനാണ്. അസ്തമയ സൂര്യനും ഒന്നാണ്, പ്രഭാത സൂര്യനും ഒന്നാണ്. നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷത്തിലും സന്താപത്തിലും എല്ലാം ഒരുപോലെ നമ്മുടെ കർത്താവുണ്ട്, ഒരൊറ്റ ദൈവം നമുക്കുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ബലം എന്ന് പറയുന്നത്. 31-ാം സങ്കീർത്തനം അവസാന വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പിൻ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ഈ വചനത്തിലുള്ള ഉറപ്പോടും ധൈര്യത്തോടും കൂടെ പ്രിയ പിതാവിനെ നമുക്ക് താൽക്കാലികമായിട്ട് യാത്രയാക്കാം. പ്രിയ കുടുംബാംഗങ്ങൾക്കും സഭാംഗങ്ങൾക്കും പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ദൈവത്തിന്റെ ധാരാളമായ ധൈര്യവും കൃപയും ഉണ്ടാകട്ടെ. അവർക്ക് മുമ്പോട്ട് പോകുവാനുള്ള ബലം നൽകട്ടെ. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കട്ടെ. അവരെല്ലാവരും സിയോനിൽ ചെന്നെത്തുന്നു. നമ്മളെല്ലാവരും ഒരേ യാത്രക്കാരാണ്. ഇതിന്റെ പിന്നാലെ ഇന്നല്ലെങ്കിൽ നാളെ, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നമ്മൾ ഓരോരുത്തരും ഈ വഴിയിലൂടെ തന്നെ പോകേണ്ടവരാണ്. എന്നാൽ എല്ലാവരും സിയോനിലേക്ക് തന്നെയാണ് പോകുന്നത്. എല്ലാവരും മഹത്വത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. ആ അനുഗ്രഹീത പ്രത്യാശയോടുകൂടെ നമുക്ക് പ്രിയ പിതാവിനെ യാത്രയാക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ ആശ്വാസകരം നൽകുന്ന വചനം, അത് ദൈവത്തിന്റെ വചനമാണ്. ഇപ്പോഴും മനുഷ്യനെ സമാധാനത്താൽ നിറയ്ക്കുന്നത് ആ വചനം പ്രിയദാസനെ കൂടെ നാം കേട്ടു. ദൈവം പ്രിയ പിതാവിനെ ദൈവത്തോട് തന്നോട് ചേർപ്പാൻ മനസ്സായതുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്കും ആ ആശ്വാസമുണ്ട്. നാം ഒരു നാളിൽ
ആ ദൈവത്തോടു കൂടെ ചേരും എന്നുള്ളത് കൊണ്ട് വളരെ പ്രത്യാശയോടുകൂടി തന്നെ മുൻപോട്ട് പോകാൻ നമ്മുടെ പ്രത്യാശയെ വളരെയേറെ ഉണർത്തുന്ന സഹായിക്കുന്ന മറ്റൊരു വേദഭാഗം ഇപ്പോൾ മറുട്ടിച്ചാൽ സഭയിലെ ശുശ്രൂഷകനായിരിക്കുന്ന മൂപ്പനായിരിക്കുന്ന പ്രിയ ജോയ് സഹോദരൻ നമ്മെ വായിച്ച് കേൾപ്പിക്കുന്നതാണ്. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കേണ്ടത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോട് വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷതയിലെ ജീവനോടെ ശേഷിക്കുന്നവരായി നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നമ്മളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പിൽ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം എല്ലാവരും അവനോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഖലയെടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിച്ചുകൊള്ളും. നമ്മെ ആശ്വസിപ്പിക്കുന്ന ഈ ദൈവവചനത്താൽ അന്യോന്യം ആശ്വസിപ്പിക്കുവാൻ പ്രത്യേകിച്ചും ഈ പ്രിയ കുടുംബത്തെ പ്രാർത്ഥനയിൽ ഓർക്കുവാനും അവർക്ക് വേണ്ട ആശ്വാസം ലഭിക്കുവാനും പ്രത്യാശയെ പുതുക്കി നാൾ തോറും നിൽക്കുവാനും ദൈവം കൃപ നൽകേണ്ടതിന് നമുക്കും അവരോടൊപ്പം ആയിരിക്കാം. ആ നില ദൈവം സഹായിക്കട്ടെ. ഇപ്പോൾ ഈ പ്രിയപ്പെട്ടവരുടെ ഭൗതിക ശരീരം നാം തിരികെ പൊടിയിലേക്ക് നൽകുവാൻ പോവുകയാണ്. ഇതിൻ്റെ അവസാന കാര്യമാണ് നാം പ്രാർത്ഥിച്ച് ഇവിടെ ആ കാര്യം ചെയ്യുവാൻ പോവുകയാണ്. അതിനായിട്ട് അവസാന പ്രാർത്ഥനയ്ക്കായിട്ട് പ്രിയ പരാക്രയിലുള്ള ജോൺ സഹോദരൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് നമുക്ക് ആ കാര്യങ്ങളിലേക്ക് കടക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു. ഇങ്ങനെയല്ലോ അവിടത്തേക്ക് പ്രസാദം തോന്നിയത്. അവിടുത്തെ ദാസൻ ഒരു ദീർഘായുസ്സോടെ ഈ ഭൂമിയിൽ ഇരുന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തി ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകളെല്ലാം മുറപടിയായിട്ട് നിവർത്തിച്ചു. എന്നാൽ അവിടുത്തെ സമയത്ത് ഇവിടെ കയറി വരിക എന്നുള്ള ശബ്ദം കേട്ടപ്പോൾ ആ നിമിഷത്തിൽ അവിടുത്തെ ദാസനെ അവിടുത്തെ സൗദത്തിലേക്ക് ചേർത്തു എന്നുള്ളതോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഓർത്തതുപോലെ വളരെ ദുഃഖമില്ലാത്തതായ, വളരെ പ്രത്യാശയുള്ളതായ ഒരു മരണം, കൂടുതൽ ശരീരത്തിൽ ക്ലേശങ്ങളോ ബുദ്ധിമുട്ടോ പ്രയാസമോ ഒന്നും അനുഭവിക്കാതെ തന്റെ മുൻപിൽ വെച്ച് തന്നെ കർത്തൃസനിലേക്ക് ചേർക്കപ്പെട്ടല്ലോ. നന്ദിയോടെ സ്തുതിക്കുന്നു. ആ ഭൗതിക ശരീരം ഇപ്പോൾ മണ്ണിൽ അടക്കുവാനായിട്ട് ഞങ്ങൾ ഈ സെമിട്രിയിൽ വന്നിരിക്കുന്നു. ദൈവമേ, ആ സഭാഹോളിൽ വെച്ച് ആ ശുശ്രൂഷ വളരെ അനുഗ്രഹമായിട്ട് നടക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. ഞങ്ങൾക്ക് നല്ല അനുസ്മരണങ്ങൾ കേൾക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. നല്ല ഒരു പിതാവ് എന്ന നിലയിൽ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം നിറവേറ്റുവാനായിട്ട് ഇടയായി തീർന്നു. ഒരു സഭാ മൂപ്പൻ എന്ന നിലയിൽ സഭയുടേതായ എല്ലാ ശുശ്രൂഷകളും വളരെ ശുഷ്കാന്തിയോടുകൂടെ ദൈവം കൊടുത്ത കൃപയ്ക്കനുസരിച്ച് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. അവിടുത്തെ സവിധത്തിലേക്ക് അവിടുന്ന് ചേർത്തു. വേർപാട് ദുഃഖമുളവാക്കുന്നതാണ്. ആ നിലയിൽ കുടുംബാംഗങ്ങൾക്ക് ദുഃഖമുണ്ട് എന്ന് വരികിലും മറുവശത്ത് ഞങ്ങൾക്ക് വലിയൊരു പ്രത്യാശയുണ്ട്. അത് ദുഃഖത്തെ മറികടക്കുന്നതാണ് എന്നുള്ളതോർത്ത് നന്ദിയോട് സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് മുന്നമേ സ്ഥലമൊരുക്കുവാനായിട്ട് പോയിരിക്കുന്നു. അവിടുന്ന് അരുളി ചെയ്തു, ഞാൻ സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കിലേക്ക് ചേർത്തുകൊള്ളും. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ല എങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. പിതാവ് ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് സ്ഥലം ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. പ്രത്യാശയോടെ അവിടുത്തെ ദാസനെ യാത്ര അയപ്പാനായിട്ട് ഞങ്ങൾക്ക് കൃപ ലഭിച്ചുവല്ലോ. നന്ദിയോടെ സ്തോത്രം. ആശ്വാസത്തിന്റെ വചനങ്ങൾ ഞങ്ങളെ കേൾപ്പിച്ചു എന്നുള്ളതോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളെ പ്രത്യാശയെ ഞങ്ങൾ പിന്നെയും പുതുക്കുവാനായിട്ട് ഇടയായി തീർന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ജീവനോടെ ശേഷിക്കുന്നവരായ നാമോ അവർക്ക് മുൻപാകിയില്ല. നാമം ഭൂഭാന്തരം പ്രാപിച്ച് കർത്താവിനോടുകൂടെ എടുക്കപ്പെടും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിച്ചുകൊള്ളുവിൻ എന്നുള്ള അവിടുത്തെ ആശ്വാസ ദൂതിനായിട്ട് സ്തോത്രം. പ്രിയ മക്കൾക്ക്, പ്രിയ അവിടുത്തെ ദാസിക്ക്
എല്ലാം ആ വലിയ പ്രത്യാശയുണ്ട്. കർത്താവിന്റെ വരവിങ്കൽ പുതുപുലരിയിൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന പ്രത്യാശയോടെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കുടുംബാംഗങ്ങളെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. അവിടുന്ന് ഞങ്ങളെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. മാനവും മഹത്വവും തിരുമേലെടുക്കണമേ. യേശു കർത്താവിന്റെ നാമത്തിൽ ഏറ്റവും താഴ്ചയും വിനയമായിട്ട് അപേക്ഷിച്ചു കൊള്ളുന്നു. കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ സഹവാസവും കാവലും കൂട്ടായ്മയും നമ്മേവരോടും വിശേഷാൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആണമേ ദൂരമേ നാദൻ വാസം നമോ ഒരുക്കേ നിൽക്കുന്നേ കാത്തതാ വേഗം ചേർന്നിടോ ഭംഗേറിയ ആ തീരത്ത് വേഗം ചേർന്നിടോ ഭംഗേറിയ തീരത്ത് നാമശോഭന നാട്ടിൽ പാടും വാഴ്ത്തപ്പേരുടെ
കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിനാൾ പാർത്തലേ രക്ഷപ്പെട്ടോരക്കരെ കൂടിയാകാശെ പേർ വിളിക്കും നേരം കാണുമെൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണുമെൻ പേരും ക്രിസ്തനിൽ നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭ ധരിപ്പാനുയർത്തുതാൻ ഭക്തർ ഭവനേ ആകാശമപ്പുറം കൂടിയിടുമ്പോൾ പേർ വിളിക്കും നേരം കാണുമെൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണുമെൻ പേരും കർത്തൻ പേർക്കുരാ പകലധ്വാനം ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിയിടട്ടെ തൻ സ്നേഹത്തിൽ പാർത്തലത്തിൽ എൻ്റെ വേല തീർത്തു ജീവിതാന്ത്യത്തിൽ പേർ വിളിക്കും നേരം കാണുമെൻ പേരും